ഹായ് വെൽക്കം. ഞാൻ ഫിഫ്ത്ത് മോഡ്യൂൾ പറഞ്ഞ് തുടങ്ങിയില്ലേ, അതേ പാറ്റേണിൽ തന്നെയാണ് ഞാനിപ്പോൾ ഫോർത്ത് മോഡ്യൂളും പറഞ്ഞ് തീർക്കുന്നത്. അതായത് ഈ 5 മോഡ്യൂളിൻ്റെ അകത്തും ഏറ്റവും എളുപ്പമുള്ള ഒരു മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഷുവറായിട്ടും നമുക്കത് സെറ്റാക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, ഈ ഒരു ചോദ്യം കണ്ടോ, ഈ ഒരു ചോദ്യമായിരിക്കും ജസ്റ്റ് വാല്യൂ മാറ്റിയിട്ടായിരിക്കും പല തവണയും ചോദിച്ചിരിക്കുന്നത്. ഇപ്പം വരെ ഏതാണ്ട് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. സിലബസും കൂടെ ചേർത്തിട്ട് 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. ഓക്കെ, സിലബസും കൂടെ ചേർത്തിട്ട് മൊത്തം 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പം ഇതെല്ലാം എടുത്തു നോക്കിയാൽ അറിയാം, ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് ഓറ് ചോദിച്ചിരിക്കുന്നത്, ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് പാർട്ട് ബിയിലെ ചോദിച്ചിരിക്കുന്നത് മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന എങ്ങനെ എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് മോഡ്യൂൾ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളാണ് ഫോർത്ത് മോഡ്യൂൾ. ഈ 5 മോഡ്യൂളിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. ഇപ്പം സെക്കൻഡ് മോഡ്യൂളിനകത്ത് എത്രത്തോളം നമ്മൾ ക്യാം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ സെറ്റാന്ന് പറയുന്നോ അതേപോലെ ഉള്ളൂ ഇത്. ക്യാമിൻ്റെ അകത്താണെങ്കിലും കുറേ ഉണ്ട്. ഇപ്പോൾ ഓഫ്സെറ്റ് ഉള്ളതുണ്ട്, ഓഫ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്താണെങ്കിലും ഈ ഒറ്റ ഒരു ചോദ്യമേ ഉള്ളൂ. ഈ ഒറ്റ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫോർത്ത് മോഡ്യൂളിൽ ഓർ എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സാധനം ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ. ഓർ ബി എന്ന് പറയുന്നത് നമുക്ക് ഗൈറോസ്കോപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. ഗൈറോസ്കോപ്പ് എന്ന് പറയുമ്പം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സീ വെസൽ, ഷിപ്പിനെ പറ്റി ചോദിക്കും. ഷിപ്പ്, പിന്നെ പ്ലെയിന്, പിന്നെ 4 വീലർ, പിന്നെ 2 വീലർ. അതായത് ഇപ്പം ഷിപ്പിനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷിപ്പിനാണെങ്കിൽ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ വരാം, ഇല്ല ലെഫ്റ്റ് ടേൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ്, റൈറ്റ് ടേൺ ചെയ്യുക, അങ്ങനെ കുറച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും. പ്ലെയിനിനും അതുപോലെയുണ്ട്, 4 വീലറിനും അതുപോലെയുണ്ട്, 2 വീലർ. അപ്പം ഓരോന്നിൻ്റെയും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ ഒരു ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഒരു മൈൻഡിൽ കയറ്റിയാലേ നമുക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഫോർത്ത് മോഡ്യൂളിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അത് ഞാൻ വിട്ട്, അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ഒരു സംഭവം. സ്ലൈഡർ ക്രാങ്ക് 4 ബാർ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഫിഫ്ത്ത് മോഡ്യൂളിൽ ഞാൻ പറഞ്ഞല്ലോ, ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു 4 ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ചോദിച്ചാലും സപ്പോസ് ചോദിക്കത്തുള്ളൂ. അതിനപ്പുറം ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഫോർത്ത് മോഡ്യൂളും. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 4 ബാറിനെ കൂടെ പഠിക്കണം. ഞാൻ ആ 4 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, പേടിക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് 4 ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡെമോ ക്വസ്റ്റ്യൻ 1, ഡെമോ ക്വസ്റ്റ്യൻ 2, ഡെമോ ക്വസ്റ്റ്യൻ 3, ഡെമോ ക്വസ്റ്റ്യൻ 4. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് വലിയ ഇതായിട്ടിരിക്കുന്ന ഇങ്ങനെ ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, പേടിക്കണ്ട. ഇത് ആ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ബോക്സ് ആണ്. ശരി, എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 4 ബാർ തരും. 4 ബാർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു 4 ബാർ തരും. ഓക്കെ, ഈ 4 ബാർ തന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഒരു ഫോഴ്സ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 40 ഡിഗ്രിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് ഫിഗർ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഫിസിക്കൽ 120 ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മാത്രം പറയും. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോർക്ക് കണ്ടുപിടിക്കണം. ഈ സൈഡിലെ ടോർക്ക്, എ ബി എന്ന് പറഞ്ഞ സംഭവത്തിലെ ടോർക്ക് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് ഡയറക്ഷനൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ. ഇത് 4 ബാറിൻ്റെ ഇതേ സംഭവമാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെയും. ഒരു സ്ലൈഡർ ക്രാങ്ക് തരും, ഒരു ഫോഴ്സ് തരും. മിക്കപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ ആയിരിക്കും ഫോഴ്സ് തന്നിട്ട് ഇത് 20 ന്യൂട്ടൺ ആണ്. 20. ഓക്കെ, ഇങ്ങനെ ഒരു ഫോഴ്സ് തരും, 20 ന്യൂട്ടൺ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ തരും. എന്നിട്ട് നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാൻ പറയും? ഈ ക്രാങ്കിൻ്റെ ഇവിടുത്തെ ഈ ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. ഡയറക്ഷൻ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആരോ ഇടാത്തത്. ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. സ്ലൈഡർ ക്രാങ്ക് ആയതുകൊണ്ട് ചെറിയൊരു വേറൊരു രീതി, 4 ബാർ ആകുമ്പം അതിൻ്റെ ഒരു രീതി അങ്ങനെ. അപ്പം ഈ 2 പഠിച്ചാൽ മതി. അതിനകത്ത് മെയിനായിട്ട് ഇതാണ് മിക്കപ്പോഴും. ഇപ്പോൾ 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം
ഇത് പഠിക്കുക. ഇത് പഠിക്കുന്നതിനൊപ്പം ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതാദ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബേസ് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം ഇതൊരു ഡെമോ ക്വസ്റ്റ്യൻ 4 ബാറിൻ്റെ സ്ലൈഡർ ക്രാങ്കിൻ്റെ സെയിം ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം. ഇതിപ്പം ഞാനിവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് അല്ലേ ഉള്ളൂ. ഇതിന് അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇത് ഒരു അപ്ലൈഡ് ഫോഴ്സ് അല്ലേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വന്നാൽ എങ്ങനെ ചെയ്യും? അതാണ് ഈ ചോദ്യം. ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ. ഇതിനകത്ത് ഒരു അപ്ലൈഡ് ഫോഴ്സ് തന്നിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ്, അതായത് ടോർക്ക്. എല്ലാ സ്ഥലത്തും ഇവിടെ നമ്മളിപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് ഫോഴ്സ് ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം തന്നിട്ടുണ്ട്? 3 എണ്ണം തന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഈ സൈഡിൽ ഒരെണ്ണം, ഈ സൈഡിൽ ഒരെണ്ണം, ടോർക്കിൻ്റെ ഭാഗത്ത് വരണം. അപ്പം അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഇതങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. മറ്റേ 5th മോഡ്യൂളിൽ 3ഉം 4ഉം പഠിച്ചു വെക്കുന്ന പോലെ, 3ാമത്തെ ക്വസ്റ്റിനും 4ാമത്തെ ക്വസ്റ്റിനും പഠിച്ചു വെക്കുന്ന പോലെ. ഓക്കെ, ഇനിയിപ്പം അതായത് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒന്നിൽ കൂടുതൽ വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്ലൈഡ് ഫോഴ്സ്. അത് ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പം ഇവിടെയും ആയിട്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അത്രേ ഉള്ളൂ. ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ 4th മോഡ്യൂളിൽ നിന്ന് ഈ ഒരു കണക്ക് സെറ്റായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ ഇത്രയും നാൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് വെച്ച് ഈ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് സെറ്റായിട്ട് 4th മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇത് പഠിക്കുന്നതിനൊപ്പം നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞില്ല, മോമിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും 4 ബാർ സ്ലൈഡർ ക്രാങ്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ അകത്ത് ഒരു അപ്ലൈഡ് ഫോഴ്സ് വന്നിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കണം. അതുപോലെ 4 ബാറിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ് വന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കണം. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഒരു അപ്ലൈഡ് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇത് 4 ബാറിൻ്റെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒരു അപ്ലൈഡ് ഫോഴ്സ് തന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് പഠിക്കും. ഈ ചോദ്യം തന്നെയായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം. കാരണം ഇത് മാത്രമേ ഇത്ര നാളായിട്ട് ചോദിച്ചിട്ടുള്ളൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനിയിപ്പം സപ്പോസ് ഒരു പക്ഷേ ചോദിക്കുവാണെങ്കിൽ, ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ സ്ലൈഡർ ക്രാങ്കിൽ നിന്ന് ഇത് ചോദിച്ചേക്കാം. ഇതെന്തോന്നാണ്? ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് 4th മോഡ്യൂള് 5th മോഡ്യൂൾ പോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും മോമിൽ എളുപ്പമുള്ളതും ഷുവറായിട്ട് ചോദിക്കുന്നതും കാണാതെ പഠിച്ചു പോയി എഴുതണമെങ്കിലും ഈ ഒരു ചോദ്യം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. 4th മോഡ്യൂൾ ആദ്യത്തെ ഡെമോ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഡെമോ ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. 4th മോഡ്യൂളിൽ നിന്ന് നമുക്ക് ചോദിക്കുവാണെങ്കിൽ എന്തോന്ന് ചോദിക്കും? ടോർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പം സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിലും 4 ബാർ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞേക്കാം. നമുക്കിപ്പം ഒരു ഡയഗ്രാം തന്നിരിക്കുമല്ലോ. ഇപ്പോൾ 4 ബാർ ആണെങ്കിലും സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിലും ഒരു ഡയഗ്രാം തരും. അപ്പോൾ അതിനെ നമ്മൾ ഈ പാരലെടുത്ത് വരച്ചിട്ടുള്ള സംഭവമാണിത്. ഓക്കെ, പാരലെടുത്ത് വരച്ചിട്ടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഒരു ഡയഗ്രാം തരുമ്പോൾ അതിനെ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. അതായത് കറക്റ്റായിട്ട് അളന്ന് ആംഗിളൊക്കെ എടുത്ത് ചരിവോ വളവോ ഒന്നുമില്ലാതെ പക്കായിട്ട് വരയ്ക്കണം കോൺഫിഗറേഷൻ ഡയഗ്രാം. അപ്പോൾ അതിന് എന്തോന്ന് വേണം? സ്കെയിൽ ചെയ്തല്ലേ വരയ്ക്കേണ്ടത്, എന്നാലല്ലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്കെയിൽ ചെയ്യണം. കോൺഫിഗറേഷൻ ഡയഗ്രാം സ്കെയിൽ ചെയ്യണം. ഇതാണ് എന്തോന്ന്? ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ ഡയഗ്രാം നമ്മൾ വരച്ചതിന് ശേഷം അതിൽ നമ്മൾ ഫോഴ്സ് അടയാളപ്പെടുത്തണം. ഫോഴ്സ് മാർക്ക് ഫോഴ്സ് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം ഫോഴ്സുകൾ ഇപ്പം ലിങ്ക് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 4 ലിങ്ക് ഉണ്ടല്ലോ, 1 2 3 4. അപ്പോൾ 4 ലിങ്കിലെ ഫോഴ്സ് നമുക്ക് അടയാളപ്പെടുത്താം. സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിലും 4 ലിങ്കിലും ഫോഴ്സ് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം ഏത് ലിങ്കിലാണ് ഫോഴ്സ് കുറവ് എന്ന് പറഞ്ഞ് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് മിനിമം ഫോഴ്സിനെ വന്നിട്ട് നമ്മൾ എടുക്കണം. മിനിമം ഫോഴ്സ് ഉള്ള ലിങ്കിനെ എടുക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്നാ പറയുന്നത്, ഇങ്ങനെ എഴുതി വെക്കാം. പഠിപ്പിക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്ക് ഫോഴ്സ്, അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സിന് നമ്മൾ എടുക്കണം. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്നാണ്? അതിനുശേഷം അത് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയും. ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. എന്നിട്ട് നമ്മൾ ഈ മിനിമം ഫോഴ്സ് ഇല്ലേ, ഈ മിനിമം ഫോഴ്സ് നമ്മൾ എടുത്തില്ലേ ഒരു സംഭവം, ആ ഒരു ലിങ്കിനെ എടുത്ത് നമ്മൾ പാരലൽ വരയ്ക്കും. അപ്പം അത് ഇവിടെ എഴുതുക, മിനിമം ഫോഴ്സ്.
മിനിമം ഫോഴ്സ് എടുത്തതിനെ വീണ്ടും എടുക്കുക. ഓക്കെ, അത്ര വിചാരിച്ചാൽ മതി. ഇവിടെ മിനിമം ഫോഴ്സ് എടുത്തതിനെ ഒന്നും കൂടെ വീണ്ടും എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്ലൈഡ് ഫോഴ്സ്, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ലിങ്കിൽ നമുക്ക് എന്തോന്ന് ഒരു അപ്ലൈഡ് ഫോഴ്സ് തരും, അതിനെയും എടുക്കുക. അപ്ലൈഡ് ഫോഴ്സ്. അതിനുശേഷം ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വെക്റ്റർ ഡയഗ്രാം, അതായത് ഫോഴ്സിന്റെ ഒരു വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. വെക്റ്റർ ഡയഗ്രാം ഇതിപ്പോൾ ഏത് കേസാണേലും ആ ഒരു 4-5 സ്റ്റെപ്പാണ് പറയുന്നത് വെക്റ്റർ ഡയഗ്രാം. വെക്റ്റർ ഡയഗ്രാം വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവം കിട്ടിയത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു എങ്ങോട്ടേക്ക് പോകണം? അപ്ലൈഡ് ഫോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ടോർക്ക് തന്നിരിക്കുന്ന ലിങ്കില്ലേ, ടോർക്ക് തന്നിരിക്കുന്ന ലിങ്കിലേക്ക് പോകണം. ടോർക്കിൻ്റെ ആ ലിങ്കിലേക്ക് പോകണം. ഓക്കെ, അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം എന്തോന്ന് കപ്പിളും ടോർക്കും കണ്ടുപിടിക്കുക. ഈ ഒരു 6 സ്റ്റെപ്പാണ് നമുക്ക് ഏതാണെങ്കിലും വരുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കയറ്റുക. ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം, അത് സ്കെയില് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഫോഴ്സുകളൊക്കെ അടയാളപ്പെടുത്തണം, അതാണ് 2ാമത്തെ സ്റ്റേജ്. ഫോഴ്സുകൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്ന സാധനമാണ് അതിനുശേഷം വരയ്ക്കേണ്ടത്. അത് നമുക്ക് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു, പിന്നെ ഫോഴ്സും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അതിനുശേഷം വെക്റ്റർ ഡയഗ്രാം. വെക്റ്റർ ഡയഗ്രാമത്തിന് എന്തോന്ന് വേണം? സ്കെയില് വേണം. സ്കെയില് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അളവുള്ള കാര്യമാണ്, സ്കെയില് ചെയ്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ വെക്റ്റർ ഡയഗ്രാം വരച്ചു, കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. ഈ 3 ഡയഗ്രാമാണ് വരയ്ക്കാനുള്ളത്. അതിനുശേഷം ടോർക്കിൻ്റെ ലിങ്ക് എടുത്ത് വരയ്ക്കുക, കപ്പിളും ടോർക്കും കൂടെ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ സ്റ്റേജ്. 3 സ്റ്റേജാണ് മെയിനായിട്ടുള്ളത്. കോൺഫിഗറേഷൻ ഡയഗ്രാം, ഫ്രീ ബോഡി ഡയഗ്രാം, വെക്റ്റർ ഡയഗ്രാം. പിന്നെ ടോർക്കിൻ്റെ ലിങ്ക് എടുത്ത് വരച്ചു, കപ്പിളും ടോർക്കും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കോൺഫിഗറേഷൻ ഡയഗ്രാം എടുത്ത് വരയ്ക്കുക. അപ്പം ഞാൻ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതി, സ്കെയില് കൊടുത്തു. സ്കെയിൽ ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാൻ. സൂപ്പർ, കറണ്ട് പോയി. ഓക്കെ, അപ്പം 180. അപ്പം ഞാനിത് 18 എടുക്കണോ? 18 എടുത്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പം ഞാൻ ഡിവൈഡ് അല്ലേ ചെയ്യേണ്ടത്. അപ്പം നമുക്കപ്പം സ്കെയിൽ എത്ര എടുക്കാം? 180 ഡിവൈഡഡ് ബൈ ഞാൻ ഒരു 30 ഇട്ടാൽ 6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ 60 ആണെങ്കിലോ 60 എടുക്കാൻ നേരത്ത് 2 എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ 30 തന്നെ ആക്കുക. അപ്പം എങ്ങനെ എഴുതും? 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 mm എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് ഞാൻ ഓരോ വാല്യൂവിനെയും എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ചോദ്യം എന്താ? ഫോർ എ ലിങ്കേജ് ഷോൺ ഇൻ ഫിഗർ ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആൻഡ് ദ ടോർക്ക്. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സംഭവമാണ്. ഈ സ്റ്റേജിൻ്റെ അകത്ത് നമുക്ക് അതെല്ലാം മനസ്സിലാവും. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ഈ സാധനം എന്ന് പറയുന്നത് ഈ സ്റ്റേജാണ്. ഈ സ്റ്റേജ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് സ്റ്റേജ് ഞാൻ എഴുതിയിട്ടില്ലേ, അതാണ് ഇത്. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ഇത് ഇവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിട്ടാണ് ബാക്കിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവരിതിങ്ങനെ ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ സംഭവത്തിനെ എടുത്തെഴുതണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത്. നിങ്ങൾ 2 കണക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും എന്നാ സംഭവം. ശരി, അപ്പോൾ ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. അവർ എന്നാ പറഞ്ഞത്? ടോർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ഇത് കിട്ടും, ടോർക്ക് നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ കിട്ടും. അതെല്ലാം അങ്ങനെയാണ്. ശരി, F = 120 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞത് ഇവർ തന്നിരിക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് 120 ന്യൂട്ടൺ ആണ്. ഇൻ ദ ഡയറക്ഷൻ ഷോൺ, ഈ ഡയറക്ഷനിൽ തന്നെയാണ്. ദ ഡയമെൻഷൻ ഓഫ് ദ ലിങ്കേജ് ആർ എസ് ഫോളോ: AB 60 mm, BC 180 mm, CD 120 mm, സിന്ന് ഡിയിലേക്കുള്ളത്. ഓക്കെ, എന്നിട്ട് AD എത്രയാണ്? 80 mm. അതിൽ DE = 50 mm. DE എന്ന് പറയുന്നത് കണ്ടോ, DE എന്ന് പറയുന്നത് 50 mm. 120 - 50 ചെയ്യാൻ നേരത്ത് മിച്ചമുള്ളതാണ് എന്തോന്ന്? CE. ഓക്കെ, ശരി. പിന്നെ ആംഗിൾ BAD എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ഈ ഡയമെൻഷൻസ് അല്ല, ഈ MM കിടക്കുന്ന ഡയമെൻഷൻസ് എല്ലാം നമ്മൾ ഇതിലെടുത്ത് വരയ്ക്കുമ്പോൾ സ്കെയിൽ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്.
നമ്മൾ അത് നടത്തി നോക്കിയല്ലോ, അതുകൊണ്ട് കൂടുതൽ ഞാനത് അഴിച്ച് പറയുന്നില്ല. അപ്പോൾ ആദ്യം ഞാനൊരു ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഇത് 90 ആണ്, 90 mm. ഓക്കെ, AD 90 mm. ഓക്കെ, ശരി. അപ്പം ഞാൻ 90നെ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 90 / 30 3. അപ്പം ഞാൻ 3 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഇവിടെ നിന്ന് ഞാൻ തുടങ്ങുക. 2, 3 ഇവിടം വരെ വരും. 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇതാണ് എന്തോന്ന് AD മാർക്ക് ചെയ്തു. ഇത് എത്ര mm? 90 mm. ഓക്കെ, ഇനിയിപ്പം 135 ഡിഗ്രി ആംഗിൾ BAD എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് അത് എത്രയാണ്? 60 mm. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? 60 / 20 2 എന്ന് വരുമായിരിക്കും. അപ്പം ഇത് കറക്റ്റായിട്ട് വരയ്ക്കണം. കോൺഫിഗറേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടും തെറ്റും. ഓക്കെ, ഇതെന്താണ്? B. എത്ര mm? 60 mm. ഇവിടെ ഒരു ടോർക്കില്ലേ ഈ ലിങ്കിൽ ഒരു ടോർക്കില്ലേ, അതിന് എന്തോന്ന് കൊടുക്കുക? T എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തേക്കുക. ഇനിയിപ്പോൾ അടുത്തത് 180 mm 120 mm. അത് നമ്മൾ കോമ്പസിലെടുക്കുക. 180 / 30 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. ഓക്കെ, 6. ഓക്കെ, ഇനി അടുത്ത 4 സെൻറ്റിമീറ്റർ. ഓക്കെ, എനിക്ക് പോയിന്റ് കിട്ടി. ഇതാണ് എന്തോന്ന് C എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ അതും കൂടെ മുട്ടിച്ചു. BC എത്രയാണ്? 180 mm. ഇതെത്രയാണ് മൊത്തം? 120 mm. എല്ലാം മാർക്ക് ചെയ്തു. ഈ സൈഡ് മാർക്ക് ചെയ്തു. ഇനി ഈ സൈഡിൻ്റെ എത്തി അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കണം. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാമോ? ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ പറയുന്നത്, ഇത് ഒരു മിനിറ്റ്, ഇത് എത്ര, ഇതിൻ്റെ E എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചേക്കാം. ഇത് 60 mm ആണ്. Dന്ന് E എന്ന് പറയുന്നത് 60 mm അപ്പുറയാണ് നിൽക്കുന്നത്. ഓക്കെ, DE എന്ന് പറയുന്നത് 60 ആണ്, 50 അല്ല 60. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? 60നെ ഡിവൈഡഡ് ബൈ 30 ചെയ്തു. അപ്പം 2 എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തൊരു പോയിന്റ് വെക്കുക. 2 സെൻറ്റിമീറ്റർ എടുത്തു, ഒരു പോയിന്റ് വെച്ചു. ഇവിടെയാണ് വരുന്നത്. അതിന് ഞാൻ പേര് കൊടുത്തു E എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഇനി ഇത് എത്ര ദൂരമായിരുന്നു? 60 mm. അത് 60 mm എന്ന് പറഞ്ഞ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുക. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കണം. നമ്മൾ ഈ അപ്ലൈഡ് ഫോഴ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മൾ സെപ്പറേറ്റ് വരച്ചിട്ട് ഇതിൽ കൊണ്ടുവന്ന് മുട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പം നമ്മൾ എപ്പോഴും ഇതിന് നേരെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ADക്ക് നേരെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ AD ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. ADക്ക് ഞാൻ ഇപ്പുറമായിട്ട് മാറ്റി എന്തോന്ന് വരച്ചു. ഇത് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ADക്ക് പാരലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മിക്കപ്പോഴും അങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ എന്തെന്ന് ചെയ്തു? ഒരു 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് ഇതൊന്നും കൂടെ ഇങ്ങനെ വരച്ചു. ഒന്നുമില്ല, നമ്മൾ സെപ്പറേറ്റ് ഒരു 40 ഡിഗ്രി എടുത്ത് വരയ്ക്കുക. സെപ്പറേറ്റ് വരയ്ക്കുക. ഇത് 40 ഡിഗ്രി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ടുപോയി മുട്ടിക്കണം. അതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോളർ സ്കെയിൽ എടുക്കുന്നു. എന്നിട്ട് ഈ ലൈൻ കണ്ടോ? ആദ്യം ഈ ലൈനിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് ആ എക്സാക്സ് പോലത്തെ ലൈനിന് വലിയ ഇതില്ല. ഇതിനാണ് നമുക്ക് ഫോഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട്
വരച്ചു. 40 ഡിഗ്രി ഡയറക്ഷൻ ഇങ്ങോട്ടാണ് തന്നിട്ടുണ്ട്, ഇങ്ങോട്ടാണെന്ന്. എന്നിട്ട് എഴുതുക F = 120 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ട് തന്നെ വരച്ചു. അതിൻ്റെ അകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനിയിപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കുന്ന എന്തോന്നാണ്, ഇവിടെ എത്രയാണ് ആംഗിൾ വന്നിരിക്കുന്നത് അതിനെ സെപ്പറേറ്റ് മാറ്റി എടുത്ത് വരയ്ക്കുക. വരച്ചിട്ട് താഴത്തേനും മണ്ടയ്ക്കത്തേനും ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ മുട്ടിച്ച് വെക്കുക. ഏത് പോയിന്റിൽ? ഈ പോയിന്റ് എന്ന് പറയുന്നത് 60 mm ഇപ്പറയാന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. താഴേക്കാണ് കിടക്കുന്നത്, ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം കോൺഫിഗറേഷൻ ഡയഗ്രാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. എല്ലാം നമ്മൾ വരച്ചില്ലേ, എല്ലാം സെറ്റല്ലേ, ടോർക്കെല്ലാം അടയാളപ്പെടുത്തി. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ മാർക്ക് ഫോഴ്സ്, അല്ലെങ്കിൽ മാർക്ക് ഫോഴ്സ്, അതാണ് സംഭവം. അപ്പം ഇതിപ്പം നമ്മൾ ഒരു കാര്യം വരയ്ക്കാൻ വിട്ടു, AD ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിക്കപ്പോഴും ഇങ്ങനെയാണ്, AD ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പം ഇതിന് നമ്മളിങ്ങനെ AD ഫിക്സഡ് ആണെന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ഇങ്ങനെ പുല്ലിങ്ങനെ കൊടുത്തു. ശരി, ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ഇതിനകത്ത് ഫോഴ്സ് ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് ഒന്നാമത്തെ ലിങ്ക്, ഇത് രണ്ടാമത്തെ ലിങ്ക്, ഇത് മൂന്നാമത്തെ ലിങ്ക്, ഈ ഒരു CD എന്ന് പറയുന്നത് ഒരു നാലാമത്തെ ലിങ്ക്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇതല്ല, ഈ ഒരു CD എന്ന് പറയുന്നത് നാലാമത്തെ ലിങ്ക്. CD എന്ന് പറയുന്നത് നാലാമത്തെ ലിങ്ക്. ഓക്കെ, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, നിങ്ങൾക്ക് അറിയാം. ശരി, ഇനിയിപ്പം നമ്മൾ ADയിൽ ഫോഴ്സ് എന്തെങ്കിലും ആക്ട് ചെയ്യുമോ? ചെയ്യത്തില്ല. ADയിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. കാരണം ഇതെന്താണ്, ഫിക്സഡ് ആണ്. മനസ്സിലായോ? ഇത് ഫിക്സഡ് ആണ്, ഇതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. അപ്പം അടുത്തത് AB, ഇതിൻ്റെ അകത്ത് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അയൽപക്കത്തെ ആളുടെ കാര്യം എഴുതിയിട്ടാണ് നമ്മുടെ കാര്യം എഴുതുന്നത്. ആ ഒരു ഇത് വിചാരിക്കാം. തൊട്ടടുത്തുള്ള ആളുടെ എഴുതിയിട്ട്, അഡ്ജസൻ്റ് ആളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമ്മൾ തൊട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. ശരി, ഇപ്പം ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതണം നമ്മൾ. ഓക്കെ, ജസ്റ്റ് ഇത് ആദ്യം കാണുമ്പോൾ ചെറിയൊരു ഇത് തോന്നുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇതിങ്ങനെ പഠിച്ചു വെച്ചിരുന്നാലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പം F നമ്മൾ അടുത്ത ആളുടെ എഴുതും, ആദ്യത്തെ 1, എന്നിട്ട് നമ്മുടെ എഴുതും 2. ഇവിടെ എഴുതുമ്പോഴോ, ഈ പോയിന്റിൽ നിന്ന് എഴുതുമ്പോഴോ, ഈ സൈഡിൽ നിന്ന് എഴുതുമ്പോഴോ, നമ്മൾ തൊട്ടടുത്ത ആളുടെ 3, ഇതല്ലേ 3 അല്ലേ അടുത്തിരിക്കുന്നത്. അപ്പോൾ F3 നമ്മുടെ 2. മനസ്സിലായോ? ഇനി ഇവിടെ എഴുതുമ്പോഴോ, ഇവിടെ നിന്നിട്ട് എഴുതുമ്പോഴോ, നമ്മൾ 3 എന്ന് പറഞ്ഞ സംഭവത്തിൽ നിൽക്കുക. അപ്പം F തൊട്ടടുത്ത ആളേതാ, 2 അല്ലേ, 2, പിന്നെ 3. ഇവിടെ നിന്ന് എഴുതുമ്പോഴോ F ഇത് ഇപ്പുറത്തെ ആളാരാ, 4 എഴുതിയിട്ട് ഈ 3. ഇനി ഇവിടെ നിന്ന് എഴുതുമ്പോഴോ F അയൽവക്കത്തെ ആള് 3, നമ്മുടേത് 4. ഇവിടെ നിന്ന് എഴുതുമ്പോഴോ തൊട്ടയൽവക്കത്തെ ആള് 1, നമ്മുടെ 4. അത് മനസ്സിലായോ? അത് എഴുതാൻ ഒന്ന് പഠിക്കുക. ഓക്കെ, ഇങ്ങനെ വരത്തുള്ളൂ. ഈ താഴെ നമുക്കൊന്നും എഴുതേണ്ടി വരത്തില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇത് ആദ്യം പറയുമ്പോൾ തന്നെ ഈ ഒരു ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്, അത് കൂടുതൽ ആലോചിക്കാനില്ല. എനിക്കിത് എഴുതാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ എടുക്കും, അങ്ങനെയൊന്നുമില്ല. ഇതിനങ്ങനെ വെക്കുക, ഇങ്ങനെയാണ് എല്ലാത്തിലും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കിട്ടാൻ നേരത്ത് ഇതിന് F12 1, 2, 3, 4 ആദ്യം പേര് കൊടുക്കുക. 2 നിന്നിട്ട് 2ന്റെ താഴെ 1, 2, 3, 2. അയൽവക്കത്താൾ എഴുതിയിട്ട് നമ്മുടെ 3, 2. ഇവിടെ നമ്മൾ 3 നിൽക്കുക. 3 നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്താൾ 2, അപ്പോൾ 2, 3. ഇപ്പുറത്തെ സൈഡ് വരാൻ നേരത്ത് തൊട്ടപ്പുറത്താൾ 4, 4, 3. എന്നിട്ട് 4ൽ നിന്ന് നോക്കുമ്പം 4ന്റെ തൊട്ടിപ്പുറം ഇരിക്കുന്ന ആള് 3, എന്നിട്ട് നമ്മുടെ 4, അങ്ങനെ 3, 4. അതുപോലെ നമ്മൾ ഈ സൈഡിൽ നിൽക്കാൻ നേരം തൊട്ടയൽവക്കത്തെ ആള് 1, നമ്മുടെ 4, 1, 4. അങ്ങനെ ഇതിങ്ങനെ വരത്തുള്ളൂ. F12, F32, F23, F43, F34, F14. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയായിരിക്കും. അപ്പം ഇതൊക്കെ എങ്ങനെ എഴുതും, അങ്ങനെയൊന്നും ഇട്ട് തലവുണ്ട. ഇതേ സംഭവം ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, പച്ചയ്ക്ക് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അപ്പം ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചു കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞ 4th മോഡൽ ഇത് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് പോയി എഴുതിയാൽ പോലും നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം അത് അത്രയും സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇത് മാത്രം നമ്മളങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന ഇങ്ങനെ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. ഓക്കെ, ഇനിയിപ്പം ഓരോ ലിങ്കിലെയും കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് നമുക്ക് ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവർ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഇത് ഞാൻ എഴുതാൻ പോവാം. കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ആദ്യത്തെ ലിങ്ക് ഞാൻ ഇതെടുക്കുക, എ ഡി അല്ലേ ഒന്നെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എ ഡി എടുക്കുക. ഒന്നാമത്തെ ലിങ്ക് എ ഡിക്കകത്ത് എന്തോന്നാണ്? നോ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്. കാരണം എന്താ? എ ഡി ഈസ് ഫിക്സഡ്. എ ഡി ഈസ് ഫിക്സഡ് ആണ്. നോ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്. മനസ്സിലായോ? ഇവിടെ ഫോഴ്സ് ഒന്നുമില്ല. ഒരു ലിങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യത്തില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ശരി, ഇനി അടുത്ത രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എ ബി. ഓക്കെ, അപ്പം ഈ എ ബി എന്ന് പറയുന്ന സ്ഥാനത്ത് രണ്ടറ്റത്തും ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എങ്ങനെ എഴുതും? അയൽവക്കത്താളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. ഇപ്പറേ അങ്ങനെ തന്നെ അയൽവക്കത്താളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. ഇവിടെ 1 2 എന്ന് പറയുന്ന നേരത്ത് അല്ല, ഇവിടെ ഇപ്പോൾ എത്ര ഫോഴ്സ് ഉണ്ട്? 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും 1 ടോർക്കും ഉണ്ട് ഈ എ ബി എന്ന് പറഞ്ഞ ലിങ്കിൽ അല്ലേ? അപ്പോൾ അത് എഴുതുക. 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഉണ്ട്, അതിനൊപ്പം 1 ടോർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഇനിയിപ്പോൾ അടുത്ത് ഏതാ? മൂന്നാമത്തെ ലിങ്ക് പേരെന്നാ? ബി സി. ബി സിക്കകത്ത് എത്ര എന്തൊക്കെ ഉണ്ട്? 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. സപ്പോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൻ്റെ അകത്ത് പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F12 F32 രണ്ടെണ്ണം. ടോർക്ക് എന്ന് പറയുമ്പോൾ T. ഓക്കെ, ബി സി എന്ന് പറയുമ്പം F23 ഉണ്ട്, പിന്നെ F43 ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇനി നാലാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഏതാ? സി ഡി. അത് എഴുതുക, സി ഡി. അതിനകത്ത് എന്നൊക്കെയാണ് ഉള്ളത്? 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഉണ്ട്, 1 അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക, 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ബ്രാക്കറ്റ് വേണമെങ്കിൽ അത് കൊടുക്കുക. എന്നാണ്? F34 F14 F14 പിന്നെ എന്തോന്നുണ്ട്? ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. പുരിഞ്ഞതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്ര എഴുതാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു 4 ബാർ ആണെങ്കിൽ അതിൻ്റെ 4 ലിങ്ക് ഉണ്ടല്ലോ, 1 2 3 4. ആ 4 ലിങ്കിലും ഫിക്സഡ് ആയിട്ടുള്ള സംഭവത്തിൽ ഫോഴ്സ് ഒന്നും വരത്തില്ല. അത് കഴിഞ്ഞുള്ളതിന് എല്ലാത്തിനും നമ്പർ കൊടുക്കുക. അയൽവക്കത്താളുടെ എഴുതിയിട്ട് നമ്മുടെ അങ്ങനെ നമ്മൾ കൊടുത്ത് ഇത്ര എഴുതി വെച്ചു. അതിനുശേഷം അത് നമുക്ക് അടുത്ത് ഇങ്ങനെ എഴുതാലോ. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങളിത് മനസ്സിലാക്കിയിരുന്നാൽ മതി. പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതിയിരിക്കുക. ഓക്കെ, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എത്ര ലിങ്ക് ഉണ്ട്? 4 ലിങ്ക് ഉണ്ട്. അപ്പോൾ 4 ലിങ്കിലെ കാര്യം എഴുതണം. എ ഡി എന്ന് പറഞ്ഞ ലിങ്കിനകത്ത് നോ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. കാരണം എന്താ? എ ഡി ഫിക്സഡ് ആണ്. രണ്ടാമത്തിനകത്ത് എ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, 1 ടോർക്കും ഉണ്ട്. ബി സി എന്ന് പറയുമ്പോൾ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. സി ഡി എന്ന് പറയുന്ന നേരത്ത് 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, 1 അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി ഈ 4 നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയില്ലേ? ഇനി ഇതിൻ്റെ അകത്ത് എ ഡി വിട്ടേക്ക്. എ ഡിനെ നമ്മൾ കളിക്കാൻ കൂട്ടത്തില്ല. അതിപ്പോൾ ബാക്കി മോഡലിനകത്ത് നമ്മൾ പഠിച്ചപ്പോഴും അങ്ങനെ ഫിക്സഡിനെ നമ്മൾ ഒന്നിനും കളി കൂട്ടത്തില്ല. ശരി, ഇപ്പോൾ 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് മിനിമം കൺസ്ട്രെയിൻഡ് ഫോഴ്സ്? ഇവൻ്റെ കയ്യിൽ 2 ഉണ്ട്, ഇവൻ്റെ കയ്യിൽ 3 ഉണ്ട്, ഇവൻ്റെ കയ്യിൽ 3 ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതിനാണ് ഒരു കുറവായിട്ടുള്ള മിനിമം ആയിട്ടുള്ളത്? ആർക്കാണ്? 2 ഉള്ളവന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് 3 സംഭവങ്ങളുണ്ട്. എ ബിക്ക് 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും 1 ടോർക്കും. സി ഡിക്കോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് 1 അപ്ലൈഡ് ഫോഴ്സ്. ബി സിക്കോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവനെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. ബി സിനെ നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്യും. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇത് രണ്ടാമത്തെ മെത്തേഡ്. മാർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? F12 32 F23 43 ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എഴുതിയില്ല, അയൽവക്കത്താളിൽ എഴുതിയിട്ട് നമ്മുടെ എഴുതിയില്ലേ? അതാണ് മാർക്ക് ഫോഴ്സ്. എന്നിട്ട് അതിനകത്ത് മിനിമം ഫോഴ്സ് ഉള്ള ആളിനെ സെലക്ട് ചെയ്യുക. മിനിമം ഫോഴ്സ് ഉള്ള ആൾ ബി സിനെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാമത്തിന് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, പേരിൽ തന്നെ ഉണ്ടത് ഫ്രീ ആയിട്ട് വരയ്ക്കുന്ന സാധനം. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് എഴുതുക. ഫ്രീ ബോഡി ഡയഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ബി സിനെ അല്ലേ സെലക്ട് ചെയ്തത്, ഈ ബി സിനെ എടുത്ത് നമ്മൾ പാരലൽ വരയ്ക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. ഏതിനാ നമ്മൾ സെലക്ട് ചെയ്തത്? ബി സി. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുന്നു. തെറ്റാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇതിനെടുക്കാൻ നേരത്ത് മാർക്ക് ചെയ്യാൻ നേരത്ത് റോൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാൻ നേരത്ത്
പോയിന്റ് കുത്തി ഈ സൈഡും പോയിന്റ് കുത്തി കറക്റ്റായിട്ട് എടുത്തിട്ട് ഈ രണ്ട് റെഡിനെ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വരാനായിട്ട്. ഒരു സൈഡ് ഒന്നും ഇതായില്ലെങ്കിൽ ശകലം ഒന്ന് ചരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെ എടുത്തു, പാരൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വരച്ചു. അതായത് ഇതിൻ്റെ അടിയിലായിട്ട് വരയ്ക്കും. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നിനും സ്ഥലമില്ലാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കയറ്റിയൊക്കെ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫ്രീ ബോഡി ഡയഗ്രാം എഴുതുക, അതിന് തൊട്ട് താഴെയായിട്ട് വേണം വരയ്ക്കാൻ. ഇതിപ്പം ആക്ച്വലി നമ്മൾ മെഷർ ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല, മെഷർ ചെയ്തില്ലേലും കുഴപ്പമില്ല, മെഷർ ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല. ഞാൻ മെഷർ ചെയ്താണ് എടുക്കുന്നത്. നമ്മളിവിടെ നമ്മൾ സ്കെയിൽ ചെയ്തില്ലേ, സെയിം മെഷർമെൻറ്റ് തന്നെ. 180 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ എത്ര വരും? 6 സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് തുടങ്ങി 1 2 3 4 5 6 സെൻറ്റിമീറ്റർ എടുത്ത് ജസ്റ്റ് വരച്ചു. എന്നിട്ട് ലൈൻ ഓഫ് ആക്ഷൻ ബാക്കി കുറച്ചിങ്ങനെ കൊടുക്കുക, ഒരു 4 കുത്ത്, അതുപോലെ ഒരു 4 ഇതിങ്ങനെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ പേര്, ഈ പോയിന്റ് അല്ലേ ബി, ഈ പോയിന്റ് അല്ലേ സി, എന്നിട്ട് ഇതിൻ്റെ അകത്തെ ഫോഴ്സിനെയും കൂടെ ഇതിൻ്റെ അകത്ത് എഴുതുക. ഫോഴ്സിൻ്റെ പേരെന്തോന്നാണ്? F23 F43, ശരിയല്ലേ? അതായത് ഞാൻ ഇതിനെല്ലാം മറന്നു, ഇതിനെ മാത്രം എടുത്തു, ബി സി ഈ രണ്ട് പേര്. അപ്പം ഈ ലൈനിനെ മാത്രം ഞാൻ അങ്ങനെ പാരലൽ ഉണ്ടെന്ന് വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം ആണ്, സ്കെയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബാക്കിയൊക്കെ വരയ്ക്കുമ്പോൾ ഒന്നും സ്കെയിലിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സാധനം വരയ്ക്കുമ്പോൾ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് എടുക്കാം, കുഴപ്പമില്ല. മെഷർ ചെയ്ത് എടുത്താലും കുഴപ്പമില്ല. ഈ കറക്റ്റ് ലൈൻ ഇവിടെ പാരലൽ വരണം, അത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ബി സിന്ന് കൊടുത്തു, F23 എന്ന് എഴുതി, F43 എന്ന് എഴുതി, ശരി. ഇനിയിപ്പം നമ്മൾ മിനിമം ഫോഴ്സ് ഉള്ളതിനെടുത്ത് വരച്ചു. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, മിനിമം ഫോഴ്സ് ഉള്ളതിനെ എടുത്ത് വരച്ചു. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്? അപ്ലൈഡ് ഫോഴ്സിനെ വരയ്ക്കണം. അത് ഞാൻ പറഞ്ഞു, ഏടിനെ നമ്മൾ കളിക്ക് കൂട്ടത്തില്ല. ഇതിനെ നമ്മൾ എടുത്തിപ്പോൾ വരച്ചു. ഇനി അടുത്ത നമ്മൾ എടുക്കേണ്ടത് ആരെയാണ്? ഇവനെ എടുക്കണം. അതിനുശേഷം ആരെ എടുക്കണം? അതിൻ്റെ അവസാനമാണ് ടോർക്കിൻ്റെ ഭാഗത്തേക്ക് വരേണ്ടത്. ഏതൊരു കണക്കാണെങ്കിലും അങ്ങനെയാ, ആദ്യം മിനിമം ആയിട്ടുള്ള ആളെ എടുത്ത് വരയ്ക്കും. അതിനുശേഷം മിനിമം കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ കൈ ചൂണ്ടേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ അപ്ലൈഡ് തന്നിരിക്കുന്ന ആരാണോ ആ ഭാഗത്തേക്ക് വേണം കൈ ചൂണ്ടാൻ. എന്നിട്ട് അതെടുത്ത് നമ്മൾ വരയ്ക്കും. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവസാനം നമ്മൾ ടോർക്ക് ഏത് വശത്താണ് ആ വശത്തേക്ക് വരും. അങ്ങനെയാണ് കണക്ക് പോകുന്നത്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരച്ചു, ഇതിൻ്റെ. ഇനിയിപ്പോൾ അടുത്തത് ഇതിനെ കയറ്റി വരയ്ക്കണം. ഇതിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വരയ്ക്കുമെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ പാരലൽ എടുക്കും. ബൈ കോൺഫിഗറേഷൻ ഡയഗ്രാമിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ. 120 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ 4. അപ്പോൾ ഇതിനെ ഞാൻ കൊണ്ടുവന്ന്, ഇത് വേറെ, ഇപ്പം നമ്മളിവിടെ വരച്ചിട്ടില്ലേ ബി സി, ഇത് വേറെ. ഇത് നമ്മളിപ്പോൾ ഇവിടെ വരച്ചതായിട്ടോ ഇനിയിപ്പോൾ ഇതിനെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുവാണോ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ വരച്ചു, അതവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വരയ്ക്കും. അപ്പം ഞാനിപ്പം ഇവിടെ ആയിട്ട് വരയ്ക്കാം അതിനെ. ഇത് ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഏതിനെയാ? അപ്ലൈഡ് ഫോഴ്സിൻ്റെ അതിനെ പാരലൽ എടുത്ത് വരയ്ക്കുക. എത്ര? 4 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാൻ. നാല് സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ ഇത് 60 എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്ററിൽ ഒരു ഡോട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത്, ഏത്? ഇ എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അത് കയറ്റി എഴുതുക. ഇത് ഡി, ഇത് ഇ, ഇത് സി. അതായത് നമ്മൾ ഇവിടെ കാണിച്ച അതേ സംഭവം ഇവിടെയും കാണിക്കുക. എന്നിട്ട് ആ ഫോഴ്സ്, ഈ സൈഡിലെ ഫോഴ്സും കൂടെ എടുത്ത് ഇവിടെ എഴുതുക. ഏതാ ഫോഴ്സ്? F34 ഇവിടെ ഉണ്ട്, F14 ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കയറ്റി ഇവിടെ വരയ്ക്കണം. ഇതിനെ കയറ്റി, അതായത് ഫോഴ്സ് അല്ലേ, അപ്ലൈഡ് ഫോഴ്സ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ നോർമലി ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുണ്ടല്ലോ അപ്ലൈഡ് ഫോഴ്സ്, ഇതിനെ നമ്മൾ അങ്ങനെ പാരലൽ കൊണ്ടുവച്ച് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. അത് നമുക്ക് അളവൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഇതിനകത്ത് മെയിൻ. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കൊടുത്തു. ഇനി ഇതെന്തോന്നാണ്? F = 120 ന്യൂട്ടൺ. ഇതിൻ്റെ ഡയറക്ഷൻ താഴോട്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 5th മോഡ്യൂളിൽ നമ്മളൊരു സാധനത്തിന് റെഫറൻസ് എടുക്കത്തില്ലേ, അതുപോലെ ഇതിനെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് വിചാരിക്കുക. ഏത്? മിനിമം കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ള ഈ ബി സിനെ. ഈ ബി സിനെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനും കൊണ്ടുപോയി റെഫറൻസ് പോലെ വരയ്ക്കുന്നത്. ശരി,
അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുക. അതിനുശേഷം ഇത് വരച്ചു. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബി സി ഇല്ലേ, ഇതിനെ നമ്മളെടുത്ത് ഇതിനെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വെക്കും, മുകളിൽ കൊണ്ടുവന്ന് വെക്കും. മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. അപ്പം ഇതും ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്ട് ഇത് കൂട്ടിമുട്ടിച്ചു. അതുപോലെ തന്നെ ഇതും കൂടെ കൂട്ടിമുട്ടുന്നത് ഇത് കൂട്ടിമുട്ടിച്ചു. ഇനിയിപ്പോൾ മിച്ചം ഇവിടെ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്, ഇതിനെയും കൂടെ ഒന്ന് കൂട്ടിമുട്ടിച്ചേക്കുക. ഓക്കെ, മനസ്സിലായോ? ആദ്യം ഫോഴ്സിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനെ റിഫറൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും ഇത് കൊണ്ടുപോയി വെച്ച് വേണം വരയ്ക്കാൻ. ഇനിയിപ്പോൾ അടുത്ത വരയ്ക്കാൻ പോകുന്നതിന് ഇത് കൊണ്ടുപോയി വെച്ച് വേണം വരയ്ക്കാൻ. അപ്പം ഇതിലുണ്ടെന്ന് ഇതിന് വെച്ചിട്ട് വരച്ചപ്പോഴത്തേക്ക് ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ആ പോയിന്റ് കിട്ടി. ഇനിയിപ്പം മിച്ചമുള്ളത് ഇതും കൂടെ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ഇത് എഫ് ആണ്. ഈ നടുക്ക് നമ്മൾ ആദ്യം വരച്ചത് എഫ് ആണ്. നമുക്ക് അറിയാവുന്ന സാധനം, അറിയാവുന്ന ഫോഴ്സാണ് ഇത് എഫ്. ഈ തൊട്ട് താഴെയുള്ളതാണ് എന്തോന്ന്, F14. ഇതിന്റെ പേര് അപ്പം എന്തോന്നായി, F14 എന്ന് പറഞ്ഞതായി. ഇതിന്റെ ഈ പേര് F14. ഇതിന്റെ പേര് എന്തോന്നായി, F34 എന്നായി. ഓക്കെ, മനസ്സിലായോ? ഇത് എഫ് ആണെന്ന് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ ആദ്യം വരച്ചത്. എന്നിട്ട് നമ്മൾ ഇതും കൂടെ മുട്ടിയപ്പോൾ കിട്ടിയതിനെ നമ്മൾ F34 എന്ന് എടുത്തു. ഇതും കൂടെ മുട്ടിയപ്പോൾ കിട്ടിയതിനെ F14 എന്ന് എടുത്തു. മനസ്സിലായോ? ശരി. എന്തോന്ന് അറിയാം ഇവിടെ സൂപ്പറായിട്ട്, ഫോഴ്സ് അറിയാം. 120 ന്യൂട്ടണാന്നറിയാം. മിനിമം ഫോഴ്സ് എടുത്തത് നമ്മളിത് വരച്ചു. അപ്ലൈഡ് ഫോഴ്സിന്റെ എടുത്ത് അപ്ലൈഡ് ഫോഴ്സിന്റെ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് എടുക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് എടുക്കുന്നതിന്റെ മാത്രം മെഷർമെന്റ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് ഞാനിപ്പം CD എടുക്കുകയാണെങ്കിൽ CD യുടെ ആ ഒരു മെഷർമെന്റ് കറക്റ്റായിട്ട് വരയ്ക്കണം. അതുപോലെ ഈ ഫോഴ്സും മുട്ടുന്നതിന്റെ ഇതും കറക്റ്റ് മെഷർമെന്റിൽ തന്നെ വരയ്ക്കണം. ബാക്കി നമ്മൾ ഇതൊക്കെ വരയ്ക്കുന്നതിനാണ് എന്തോന്ന് ഇപ്പം നമുക്ക് അങ്ങനെ മെഷർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം നമ്മളെടുത്ത മിനിമം ഫോഴ്സിന് നമ്മൾ ഈ ഒരു BC എന്നുള്ള സെഗ്മെന്റിനെ മെഷർ ചെയ്ത് വരച്ചു. അതുപോലെ ഈ CD എന്ന് പറഞ്ഞ സാധനത്തിനും എടുത്ത് ഇവിടെ വരയ്ക്കാൻ നേരത്ത് അതും മെഷർ ചെയ്ത് വരച്ചു. ഇനിയിപ്പം അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം കഴിഞ്ഞു. ഫ്രീ ബോഡി ഡയഗ്രാം കഴിഞ്ഞു നമുക്ക്. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നാണ് വരയ്ക്കേണ്ടത്, വെക്റ്റർ ഡയഗ്രാം. ഇപ്പോൾ വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതുക. വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതി. വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുമ്പം നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം പോലെ തന്നെ വരയ്ക്കുന്ന. അപ്പം അത് സ്കെയില് ചെയ്യണം. സ്കെയിൽ എന്ന് പറഞ്ഞ് ചെയ്യുക. വെക്റ്റർ എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഫോഴ്സ് ആണ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞ മൈൻഡിൽ വരണം. 4th മൊഡ്യൂളിൽ നിങ്ങൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞ മൈൻഡിൽ വരണം. ഏത് മൊഡ്യൂളിൽ? 4th മൊഡ്യൂളിൽ. ശരി. അപ്പം ഇനിയിപ്പോൾ എന്നാ, അപ്പം ഇപ്പം നമ്മളപ്പോൾ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനാണ് വരയ്ക്കുന്നത്? ഫോഴ്സിനെയാണ് വരയ്ക്കുന്നത്. ഫോഴ്സ് 120 ന്യൂട്ടൺ. ഇവിടെ നമുക്ക് 3 ഫോഴ്സ് ഉണ്ട്. F34 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, F എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, F14 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അറിയാവുന്നത് ഏത് ഫോഴ്സാ? F എന്ന് പറയുന്ന ഫോഴ്സ് 120 ന്യൂട്ടൺ. അപ്പം അതിനെ നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ പോവാം. അപ്പം ഓക്കെ, 120 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ എടുത്താൽ മതി. അപ്പം ഞാൻ 1 സെന്റിമീറ്ററിന് എത്രയായിട്ട് എടുത്തു? 30 ന്യൂട്ടൺ ആയിട്ട് എടുക്കുക. 4th മൊഡ്യൂളാണ് മിക്കപ്പോഴും ഈ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് നമ്മൾ ഇറുക്കി പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്കെയിൽ എടുക്കുന്നത് കറക്റ്റായിട്ട് എടുത്തോണം. സ്കെയിൽ ഇപ്പോൾ എത്രയാണ് എടുക്കുന്നത്, ഈ നമ്മൾ എടുത്ത് വരയ്ക്കാൻ പോകുന്നതിന് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ കിട്ടുന്ന വാല്യൂ വെച്ച് വേണം വരയ്ക്കാൻ. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മെഷർമെന്റ് അളക്കത്തില്ല, അതിന് നമ്മൾ തിരിച്ച് സ്കെയിൽ കൊണ്ട് ഇൻഡു ചെയ്ത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ കൂടുതൽ അഴുത്തി പറഞ്ഞിരുന്നില്ല, കാരണം ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു. കുറേ പടങ്ങളെല്ലാം നമ്മൾ വരച്ചും കഴിഞ്ഞു. ശരി, അപ്പം 30 ന്യൂട്ടൺ എടുത്തു. അപ്പം ഞാൻ എത്ര സെന്റിമീറ്റർ? 120 ന്യൂട്ടണാണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ 4 സെന്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാൻ. അപ്പം ഞാൻ പാരൽ എടുത്ത് വേണം വരയ്ക്കാൻ പോവാം. ഇതാണ് പാരൽ. ഇങ്ങനെ എടുത്തു, ഇവിടെ വെച്ചെടുക്കാം. കറക്റ്റായിട്ട് ലോക്ക് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് താഴേക്ക് എടുക്കുക. ഓക്കെ, 4 സെന്റിമീറ്റർ വെച്ചാൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ട് ഞാൻ വരയ്ക്കാം. 4 സെന്റിമീറ്റർ എടുത്ത് 1 2 3 4 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. എങ്ങോട്ടാണ് ആരോ? താഴോട്ടാണ് ആരോ. പേരെന്തോന്ന്? എഫ്. എത്ര ന്യൂട്ടൺ? 120 ന്യൂട്ടൺ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇത് 3 ഫോഴ്സ്. വെക്റ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്നാ? ഫോഴ്സ്
ഫോഴ്സാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഫോഴ്സ്? ഇതൊരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ റോൾ ചെയ്ത് വരയ്ക്കുക. ഇത് ഫസ്റ്റ് കാണുവാണെങ്കിൽ ഇതിനൊരു ഡൗട്ട് തോന്നും, പക്ഷേ രണ്ടാമത്തെ കണക്ക് ചെയ്യുമ്പോഴത്തേക്കും സൂപ്പറായിരിക്കും. ഒന്നുമില്ല, ചുമ്മാ എടുത്ത് വരയ്ക്കുക, അത്ര ഉള്ളൂ. ഇതിനെ ഞാൻ F34 റോൾ ചെയ്തു, ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് കൊണ്ടുവന്നു, ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, ഇങ്ങനെ അതുപോലെ ഇങ്ങോട്ടും കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് F14 അല്ലേ, F14 എടുത്തു, കറക്റ്റായിട്ട് പാരൽ വെച്ചു, എന്നിട്ട് ഇതിനെങ്ങനെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ വെച്ചു. ഈ പോയിന്റ് മുട്ടണം, ഏതെങ്കിലും ഒരു പോയിന്റ് മുട്ടിയിരിക്കണം. ഏതിൽ? നമ്മൾ ആദ്യം എടുത്ത ഫോഴ്സിൽ. ഇതും കൂടെ വരച്ചു. അപ്പം ഈ മുട്ടുന്ന പോയിന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതൊരു പോയിന്റ്, അത് നമ്മൾ ആദ്യം എടുത്ത് വരച്ചത്, 4 സെന്റിമീറ്റർ എടുത്ത് വരച്ച്. ഇനിയിപ്പോൾ ഇതും കൂടെ മുട്ടുന്ന ഇതാണ് പോയിന്റ്. ഓക്കെ, ശരി. ഇതിപ്പം F = 120 ന്യൂട്ടൺ. ഇത് നമ്മൾ ആദ്യം വരച്ചത്. ഇത് ഏതാ വരച്ചത്? ഇതെടുത്ത് നമ്മൾ ഇതാണ് വരച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? F14. ഇതപ്പോൾ F14 ആണ്. ഇനി ഇത് നമ്മളെടുത്ത് വരച്ചത് ഏതാണ്? ഈ ഒരു സംഭവമാണ്. ഇതാണ് എന്തോന്ന്? F34. ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊടുക്കണം. എപ്പോഴും നമ്മൾക്ക് അറിയാവുന്ന ഒരു ഫോഴ്സ് നമ്മൾ വരച്ചില്ലേ, അതിന് ഏത് ഡയറക്ഷനാണോ അതിന് ഇതായിട്ടായിരിക്കും ബാക്കിയെല്ലാം വരുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതും അതിൻ്റെ രീതിയിൽ തന്നെ അങ്ങോട്ട് പോകും, ഇതിൻ്റെ രീതിയിൽ തന്നെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടിയില്ലേ? ഇതിപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ബാക്കി എല്ലാത്തിനും അതിനനുസരിച്ച് ആരോ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മണ്ടക്കോട്ടാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാത്തിനും കൂടെ ആരോ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നിട്ട് ഇത് അടുത്ത് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണം, അപ്പോൾ അതിൻ്റെ ആരോ അങ്ങോട്ട്. എന്നിട്ട് ഈ പോയിന്റ് വരെ വന്നു, പോയിന്റിൽ നിന്ന് ഇപ്പോൾ അടുത്ത് നീങ്ങാനുള്ളത് ഇങ്ങോട്ടാണ്, അപ്പോൾ അതിൻ്റെ ആരോ ഇങ്ങോട്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ കിട്ടിയ ആരോ ഇതിപ്പം ഇങ്ങോട്ടല്ല, ആരോ മണ്ടക്കോട്ടായിരുന്നെങ്കിലോ, ഇതിപ്പോൾ ഇങ്ങോട്ട് മണ്ടക്കോട്ട് പോകും. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ ആരോ ഇങ്ങനെ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വരും. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. അപ്പം ഇതിനനുസരിച്ച് വേണം ഇത് ചുമ്മാ ഇട്ട് കൊടുക്കാൻ. ശരി, അപ്പം നമുക്ക് ഇത് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്കെയിൽ എടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനെ ജസ്റ്റ് മെഷർ ചെയ്യുക. ഒരേ സംഭവം തന്നെ, നമ്മൾ എല്ലാ മുഴകളും അതിനെ തന്നെ ഇട്ടാ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇതിൻ്റെ 2.5 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ F14 എന്ന് പറയുന്നത് എന്തോന്ന് കിട്ടി? എനിക്ക് 2.4 സെന്റിമീറ്റർ ആണ്. ഞങ്ങൾ നമ്മൾ സ്കെയിലിൽ ഉള്ളപ്പോഴാണ് 2.4 കിട്ടിയത്. അതിന് ഇൻറ്റു എന്തോന്ന് ചെയ്യണം? 30 ന്യൂട്ടൺ, 30 സ്കെയിലും കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2.4 × 30 എത്ര വരും? 2.4 × 30 ചെയ്യുമ്പോൾ എനിക്ക് 72 എന്ന് പറഞ്ഞ് വരും. 72 ന്യൂട്ടൺ. അപ്പോൾ F14 വാല്യൂ എത്രയാ? 72 ന്യൂട്ടൺ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എന്തോന്ന്? ഇനി എന്നാ ഉള്ളത്? F34 കണ്ടുപിടിക്കണ്ടേ? F34 എന്തോന്നാണ്? എനിക്ക് മെഷർ ചെയ്തപ്പം 1.7 എന്ന് പറഞ്ഞ് കിട്ടി. F34 എന്ന് പറഞ്ഞാൽ 1.7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഞാൻ അതിന് ഇൻറ്റു സ്കെയിൽ ചെയ്യണം. അപ്പം എത്ര കിട്ടും? 51 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടണം. ഓക്കെ, അപ്പം നമുക്ക് F = 120 ന്യൂട്ടൺ ഇത് നമുക്ക് അറിയാമായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ മറ്റേത് റോൾ ചെയ്ത് വരച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ F34 വാല്യൂ കിട്ടി 51 ന്യൂട്ടൺ, F14 വാല്യൂ കിട്ടി 72 ന്യൂട്ടൺ. അപ്പം നമ്മൾ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം, അതെടുത്തിവിടെ വരച്ചു. അത് കഴിഞ്ഞു. അതിനുശേഷം ഈ വെക്ടർ ഡയഗ്രാം വരച്ചു. ഈ കിട്ടിയ സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അപ്ലൈഡ് ഫോഴ്സിന് കിട്ടിയ സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഫോഴ്സിനെ കൂടെ വെച്ച് നമ്മൾ ബാക്കി 2 ഫോഴ്സ് കണ്ടുപിടിച്ചു. വെക്ടർ ഡയഗ്രാം വരച്ച് ബാക്കി 2 ഫോഴ്സും കൂടെ കണ്ടുപിടിച്ചു. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ സൈഡ് ക്ലിയർ ആയി? ഈ സൈഡ് ക്ലിയർ ആയി, അതാണിത്. ഈ സൈഡ് ക്ലിയർ ആയി, അതാണിത്. ഇത്ര ഈ സൈഡ് നോക്കാനേ ഇല്ല, കാരണം ഇത് ഫിക്സഡ് ആയതുകൊണ്ട് കളിക്ക് വിടത്തില്ല. ഇനിയിപ്പോൾ മിച്ചം ഏത് സൈഡാണ് ഉള്ളത്? മിച്ചം ഇനിയിപ്പം ടോർക്കിൻ്റെ സൈഡാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി എന്തോന്ന് പോകും? ടോർക്കിൻ്റെ ആ ലിങ്കിലേക്ക് പോകും. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് എന്തോന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങുക. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ ലിങ്കിലേക്ക് പോവാം. ടോർക്കിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇത് AB. അപ്പം AB നമ്മൾ മെഷർ ചെയ്താണ് ഇവിടെ വരയ്ക്കേണ്ടത്, മെഷർ ചെയ്യാതെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വരയ്ക്കേണ്ടത്. മെഷർ ചെയ്ത് വേണം വരയ്ക്കാൻ. കാരണം എന്താ?
ഇവിടെ നമ്മൾ BC മെഷർ ചെയ്ത് ഇവിടെ വരച്ചു വെച്ചു. CD എന്ന് പറഞ്ഞ സാധനം മെഷർ ചെയ്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഈ സൈഡ് വരയ്ക്കണം, AB. അപ്പോൾ AB വരയ്ക്കാൻ പോവാ. AB വരയ്ക്കണമെങ്കിൽ എന്തോന്ന് ചെയ്യണം? പാരലൽ എടുക്കണം. ഇതിൻ്റെ മെഷർ 60 mm എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ വരും. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ഇതിങ്ങനെ വെച്ച് ഓക്കെ കറക്റ്റായിട്ട് 2 സൈഡും കുത്തി വേണം എടുക്കാൻ. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു സ്കെയിലെങ്കിൽ ഞാനിപ്പം ഇത് ആക്ച്വലി ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം വരയ്ക്കാൻ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. 2 സെൻറ്റിമീറ്റർ ഓക്കെ. പേര് കൊടുക്കാം, ഇവിടെ നമ്മൾ കൊടുത്ത പോലെ A. ഇതിനെന്തോന്ന് കൊടുക്കാം B. ഇനി ഇവിടെ എന്ത് 2 ഫോഴ്സ് ഇല്ല, 2 ഫോഴ്സ് ഇവിടെ എഴുതണ്ടേ? ഏതൊക്കെയാ? F32 മണ്ടയ്ക്ക്, F12 താഴെ. ഇനി ഒരു കാര്യം പറയാം, ഒന്നുമില്ല. നമ്മൾ എന്നാ ഓരോന്നും എടുത്തെടുത്ത് വരയ്ക്കാൻ നേരത്തെ എന്തോന്ന് ചെയ്യും? റിഫറൻസ് പോലെ ഒരു സാധനം നമ്മളിവിടെ വെച്ചിരിക്കില്ലേ? റിഫറൻസ് പോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതിനെ എടുത്തല്ലേ ഇപ്പം നമ്മൾ ഇതിനെടുത്ത് നമ്മളിവിടെ വരച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ റിഫറൻസ് ആണെന്ന് പറയുക. എന്നിട്ട് ഇതിനെ എടുത്തിട്ടല്ലേ നമ്മൾ ഇതിനെ ഇവിടെ കയറ്റി വരച്ചത്. അതുപോലെ ഇതിനെ എടുത്തിട്ട് വേണം ഇനി അടുത്ത് എന്തോന്ന് വരയ്ക്കാൻ, ഇവിടെയും കയറ്റി വരയ്ക്കാൻ. അതാ പറഞ്ഞത്, ഇതൊരു റിഫറൻസ് പോലെയാ. ഇതിനെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇത് വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ എടുത്തു. ഇതെടുക്കുന്ന ഒന്നാണ്, കാരണം ഇത് തന്നെയാണ് ഇനി ഇങ്ങോട്ടും വരയ്ക്കാൻ പോകുന്നത്. ഡയറക്ഷൻ ഓഫ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ വെച്ചു. അളവൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കൊടുക്കുക. കറക്റ്റ് ഈ പോയിന്റ് മുട്ടണമെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം സെയിം ഇതിനെ ഒന്നും കൂടെ പാരലായിട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ ആ A എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ അവിടെയും കൂടെ വരയ്ക്കുക. Aൻ്റെ അവിടെ, അതായത് ഇത് Aൻ്റെ അവിടെയും കൂടെ അത് വരച്ചു വിടുക. ഇങ്ങനെ മനസ്സിലായോ? പിടിഞ്ഞതാ. അതായത് AB വരച്ചല്ലോ, എടുത്ത് അങ്ങനെ മെഷർ ചെയ്ത് വരച്ചു. എന്നിട്ട് നമ്മൾ റിഫറൻസ് ആയിട്ട് എപ്പോഴും ഈ ഒരു സാധനം എടുക്കില്ല. അപ്പോൾ ഇതിനെടുത്ത് മണ്ടയ്ക്കും വരയ്ക്കുക, തൊട്ട് താഴെയും വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഇതായിട്ടുള്ളതിന് മണ്ടയ്ക്കും വരയ്ക്കുക, താഴെയും വരയ്ക്കുക. ഇനിയിപ്പം ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു ഈ ലൈനിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പോയിന്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ പോയിന്റ് എടുക്കുക. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ 90 ഡിഗ്രി എടുക്കുക. അത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതാണ് സംഭവം. അപ്പം നിങ്ങൾ പെർപെൻഡിക്കുലർ എടുക്കുക. എന്നിട്ട് ഈ വരച്ച ലൈനിലും കൂടെ ജോയിൻ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ H എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, H എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പം ഇതെത്രയാണ് എനിക്ക് കിട്ടിയത്? ഇതൊരു 1.9 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 1.9 നിങ്ങളൊക്കെ എഴുതി വെച്ചേക്കല്ലേ 1.9 ആണ് എന്ന് പറഞ്ഞു. 1.9 സെന്റിമീറ്റർ ആണ്. Hനെ നമ്മൾ മീറ്ററിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പം സെന്റിമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, അപ്പോൾ 1.9 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.019 മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം നമ്മൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജ് ആയി. ടോർക്കിൻ്റെ ലിങ്ക് വെച്ചു, സംഭവങ്ങൾ കണ്ടുപിടിച്ചു. ഇനി കപ്പിളും ടോർക്കും കൂടെ എഴുതുക. ഓക്കെ, ഇനി അതിന് മുന്നേ ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന കപ്പിളാണ്. കപ്പിളിൻ്റെ ഡയറക്ഷൻ. ഇനിയിപ്പോൾ ഡയറക്ഷൻ നോക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് തീർത്തേക്കാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ എന്തോന്ന് എഴുതി? കപ്പിളെന്ന് പറയുന്നത് കപ്പിൾ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ താഴെ എഴുതാനുള്ളതാണ് ഞാൻ ഇവിടെ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ക്യാൻവാസ് ഇതിൻ്റെ താഴെയായിട്ട് എഴുതാനുള്ളതാണ്. ഇതിൻ്റെ താഴെയായിട്ട് എഴുതുവാൻ ഞാൻ കപ്പിൾ ഇസ് ഈക്വൽ ടു F ഇൻറ്റു H ആണ്. ഓക്കെ, അപ്പം അതാണ് F ഇൻറ്റു H ആണ്. കപ്പിളിൻ്റെ യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ മീറ്റർ ആണ് കപ്പിളിൻ്റെ യൂണിറ്റ്. ടോർക്കിൻ്റെതും സെയിം തന്നെ. കപ്പിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ടോർക്കും, പക്ഷെ ഡയറക്ഷൻ ആയിരിക്കും വ്യത്യാസം. ഇപ്പോൾ കപ്പിളിൻ്റെ ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും എന്തോന്ന് ടോർക്കിൻ്റെ ഉത്തരവും. ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, എത്രയാണോ അത് തന്നെയായിരിക്കും ഇതും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കപ്പിൾ എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന സാധനം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇപ്പോൾ കപ്പിൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ
ടോർക്ക് കിട്ടുന്നത് ക്ലോക്ക് വൈസിലായിരിക്കും. കപ്പിൾ ഏതാണ് ഡയറക്ഷൻ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ടോർക്ക്. ബാക്കി വാല്യൂ എല്ലാം സെയിം ആണ്. ഓക്കെ, ശരി. ഇനിയിപ്പം ഡയറക്ഷനിലേക്ക് വരാം. ഇതൊരു സ്ഥലം, ഈ ഒരു സ്ഥലത്തേക്ക്, ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും പോകാം, ഇങ്ങനെയും പോകാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. ഇവിടെ വഴി ഇല്ല, അപ്പൊ എങ്ങനെ പോവും? ഈ വഴിയല്ലേ പോകത്തുള്ളൂ, ഇല്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക്, ഈ ലിങ്കിൽ നിന്ന് ഈ ലിങ്കിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും പോകാം, ഇങ്ങനെയും പോകാം. പക്ഷെ ഇവിടെ വഴിയില്ല. കാരണം എന്താ? ഇത് ഫിക്സഡാ. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അപ്പൊ ഇങ്ങോട്ട് പോകാൻ ഏതാണ് വഴിയുള്ളത്? ഈ വഴിയേ ഉള്ളൂ. ഓക്കെ, അപ്പം F34 അത് F43നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. F43 F23നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം F23ലേക്ക് ട്രാൻസ്ഫർ ആവും. F23 32നെ തൊട്ടുകൊണ്ട്, അപ്പൊ 32ലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെയാണ് ഇതിങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള സാധനം ഇതിനെ തൊട്ടുകൊണ്ടിരിക്കും, അപ്പൊ ഇത് ഇങ്ങോട്ട് പോകും. ഇവിടെ നിന്നാണ് ഇതിനെ തൊട്ടുകൊണ്ടിരിക്കും, ഇതിനെ തൊട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ ഫോഴ്സ് ഈക്വൽ ആണ്, ഇതിന്റെ ഫോഴ്സ് അപ്പൊ ഈക്വൽ ആണ്, ഇതിന്റെ ഫോഴ്സ് ഈക്വൽ ആണ്. പുരിഞ്ചതാ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ 3-4ലാണ്. 3-4 4-3 വന്നു, 4-3 2-3ലേക്ക് വന്നു, 2-3 ഇതിൽ 3-2ലേക്ക് വന്നു. അപ്പൊ നമ്മൾ ടോർക്കിന്റെ ലിങ്കിലേക്ക് വന്നു. F32യുടെ വാല്യൂ അറിയത്തില്ലേ? F32യുടെ വാല്യൂ ആണ് എന്ത്? F34. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 14നെ കണ്ടുപിടിച്ചു, F34നെ കണ്ടുപിടിച്ചു. 14ന്റെ വാല്യൂ ആവശ്യമില്ല, കാരണം 14 എന്ന് പറയുമ്പോൾ താഴേക്ക് ഈ വഴി പോകാൻ പറ്റുമോ? പറ്റത്തില്ല, ഈ വഴിയെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കേണ്ട വാല്യൂ ഏതാണ്? F34. അപ്പം എന്തോന്നാണ് അതിന്റെ അർത്ഥം? F34 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു F32. അപ്പം അതാണ് സംഭവം. ഇനിയിപ്പോൾ ഡയറക്ഷൻ, ഇത് ഇത്ര മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഡയറക്ഷൻ, F34യുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? F34യുടെ ഡയറക്ഷൻ മുകളിലോട്ട്. F34യുടെ ഡയറക്ഷൻ മുകളിലോട്ട്. അപ്പം ഇത് ഇവിടെ പോയി കഴിയുമ്പോൾ ഇത് അടുത്തത് ഇങ്ങോട്ട് പോകാനെങ്കിൽ അത് ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇപ്പം 2-3 എന്ന് പറയുമ്പോൾ അതേ ഡയറക്ഷൻ തന്നെ. ഇനി 3-2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി, അതിനുശേഷം ഇത് ഇങ്ങോട്ട് തള്ളും, ഇതിന് ഇങ്ങോട്ട് തള്ളും. അപ്പം 3-2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് തള്ളി. ഒരുപാട് തല ഉണ്ടാക്കണ്ട, ഇങ്ങനെ തന്നെ ഈ ഒരു ഐഡിയയിൽ തന്നെ കൊണ്ടുപോവുക. മിക്ക കേസിലും ഇവിടെ ഇതുപോലെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മിക്കപ്പോഴും ഈ ഒരു ചോദ്യമായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അപ്പം ഇതിനെ ആ ഒരു സെറ്റപ്പിൽ തന്നെ പഠിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ഇതിങ്ങനെ അപ്പം ഇത് ഇങ്ങോട്ടാണെങ്കിൽ, അതായത് ഒരു സാധനം ഇങ്ങനെ ഇരിക്കുക, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഇങ്ങനെയല്ലേ, തള്ളുമ്പോഴല്ലേ ഇതിങ്ങനെ കറങ്ങുന്നത് അല്ലേ? ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് തള്ളുവാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങിയാണ് ക്ലോക്ക് വൈസിൽ. ഇതിങ്ങനെ തള്ളുവാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എന്നാ? ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് തള്ളുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ വരുന്നത്. അപ്പം ഇത് ഏത് ഇതിലാണ് കറങ്ങുന്നത്? ആന്റി ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ കപ്പിളിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇപ്പം ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മനസ്സിലാക്കി. കപ്പിള് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ് ആയിരിക്കും, ഞാനിവിടെ പറഞ്ഞല്ലോ. ശരി, ഇനിയിപ്പോൾ കപ്പിളിന്റെ ഇക്വേഷൻ എന്നാ? F×H, F32×H, H നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു, 0.19 മീറ്റർ. F32യുടെ വാല്യൂ എന്നാ? F34 = F32. F34 തന്നെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 51 ന്യൂട്ടൺ. അപ്പം 51 ന്യൂട്ടൺ ഇൻറ്റു H എന്ന് പറയുന്നത് 0.019 മീറ്റർ. അപ്പൊ കിട്ടുന്ന ഉത്തരം എത്ര വരും? 51 ഇൻറ്റു എത്ര വരും? 0.969 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? കപ്പിള്. ഡയറക്ഷൻ എന്നാ? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, കപ്പിളിന്റെ വാല്യൂ എത്ര? F×H. F എന്ന് പറയുന്നത് F32×H ആണ്. F32 എന്ന് പറയുന്നത് F34 തുല്യമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു.
സ്റ്റഡി ഫോർ F32. അപ്പോഴത്തേക്കും നമ്മൾ F34 വാല്യൂ എടുത്ത് ഇതിനിട്ട് കൊടുത്തു. 51 ന്യൂട്ടൺ ഇൻറ്റു 0.01 മീറ്റർ മീറ്ററിലേക്ക് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തോന്ന് കിട്ടും? ന്യൂട്ടൺ മീറ്റർ എന്നതിനെ കിട്ടും. ഇതാണ് ഇതിൻ്റെ SI യൂണിറ്റ്, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. ഇനിയിപ്പം ടോർക്ക് എന്ന് പറയുന്നത് അതേ സെയിം സാധനം തന്നെ, 0.969 ന്യൂട്ടൺ മീറ്റർ. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചോദ്യം എന്താണ്? അപ്പോൾ നമ്മൾ കപ്പിൾ ആൻഡ് ടോർക്ക് കണ്ടുപിടിച്ചില്ലേ? ഇനിയിപ്പോൾ ചോദ്യം എന്താണ്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു, ഈ സെക്കൻഡ് സ്റ്റേജിലെ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ടോർക്ക് അത് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ കണ്ടുപിടിക്കും. മിക്കപ്പോഴും ഫൈൻഡ് ടോർക്ക് എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കത്തുള്ളൂ, അതേ കണ്ടുപിടിക്കാനുള്ളൂ. ഫോർത്ത് മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരു ലിങ്ക് തന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടോർക്ക് അതും കണ്ടുപിടിച്ചു. കപ്പിൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂ തന്നെയാണ് ടോർക്കും, പക്ഷേ ഡയറക്ഷൻ മാത്രം വ്യത്യാസം. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് ക്ലോക്ക് വൈസ്. സപ്പോസ് ഇത് ക്ലോക്ക് വൈസ് ആകുവാണെങ്കിൽ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയാണ്. ഓക്കെ. അപ്പോൾ 0.969 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കിട്ടി. അതിനെ എടുത്ത് എഴുതുക. ദ ടോർക്ക് ഈസ് 0.969 ന്യൂട്ടൺ മീറ്റർ വിച്ച് റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. മോഡ്യൂൾ 4ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് 4 ബാറിൻ്റെ അകത്ത് ഒരു സൈഡിൽ ടോർക്ക് കണ്ടുപിടിക്കുന്നത് പക്കായല്ലേ? അത് ഒന്ന് ശരിക്കും പക്ക ആക്കിയിട്ട് നിങ്ങൾ നോക്കുക. സിമ്പിളാണ് ഇത്. ഇപ്പം അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണുക, അത് മെയിനാണ്. അത് ശരിക്കും നോക്കിയേച്ച് ഇതിലേക്ക് വരിക. ഇതിൽ ചെയ്യുമ്പം ഡൗട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6 ക്വസ്റ്റ്യൻ പേപ്പറിലും സിലബസും കൂടെ ചേർത്തുള്ള 6 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അത് അങ്ങനെയാണ്. ഇത് കാണാപ്പാടം അങ്ങനെ പഠിച്ചിട്ട് പോയി അങ്ങനെ എഴുതി വെച്ചാൽ പോലും അതിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, ശരി. ഇപ്പോൾ പറയാം. പിന്നെ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് റിമൈൻഡ് ചെയ്യുക. ഇതാണ് മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു സാധനം മാത്രം എടുക്കുക. ഓക്കെ. കോൺഫിഗറേഷൻ ഡയഗ്രാം അതാണ് ഒന്നാമത്തത്. അതിനുശേഷം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം എന്തോന്ന് ചെയ്യണം? ഫോഴ്സ് എല്ലാം മാർക്ക് ചെയ്യണം. ഫോഴ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ട് മിനിമം ഫോഴ്സ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യണം? എടുക്കണം. അതിനെ എടുത്ത് വെക്കണം. ഓക്കെ. അതിനുശേഷം എന്തോന്ന് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം. അതിൻ്റെ അകത്ത് ആദ്യം എന്തിനാണ് വരയ്ക്കണ്ടേ? നമ്മൾ മിനിമം ഫോഴ്സ് എടുത്ത് വെച്ചിട്ടില്ലേ, അതിനെടുത്ത് വരയ്ക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് അത് ഇന്നതിന് പേര് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം അടുത്ത ഇതിലേക്ക് പോകണം. അപ്ലൈഡ് ഫോഴ്സ് ഏതാണോ ആ ലിങ്കിലേക്ക് പോകണം. അതിനെ വരയ്ക്കണം. അതിനെ വരച്ചതിന് ശേഷം അത് വെച്ചിട്ട് അതിനെ വെക്ടർ ഡയഗ്രാം വരയ്ക്കണം. വെക്ടർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ വരണം. ഫോഴ്സ് വരച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫോഴ്സ് ചെയ്ത് 2 ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് സ്കെയിൽ ചെയ്ത് ഇൻറ്റു ചെയ്ത് എഴുതുമല്ലോ. ഓക്കെ. അത് ചെയ്തതിന് ശേഷം ടോർക്കിൻ്റെ സൈഡിലേക്ക് വരണം. ടോർക്കിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇക്വേഷനും ഇട്ട് എച്ചും കണ്ടുപിടിച്ച് ചെയ്ത് കഴിയുമ്പം കപ്പിളും ടോർക്കും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ 4 ബാറിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിൽ ആ ഒരു ചെറിയ വ്യത്യാസം എന്തുവാ എന്നുള്ളത് നോക്കാം. ചോദ്യം എന്താണ്? എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വിത്ത് ദ ഫോളോയിങ് ഡയമെൻഷൻസ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഓഫ് എഫ്. ഇത് ഞാനൊരു 20 ആയിട്ട് എടുക്കാം. 20 ന്യൂട്ടൺ എടുക്കുക. ആദ്യമേ കിലോ ന്യൂട്ടൺ എന്നൊന്നും പറയുന്നില്ല. 20 ന്യൂട്ടൺ ഓൺ പിസ്റ്റൺ ആസ് ഷോൺ ഇൻ ഫിഗർ OA എന്ന് പറയുന്നത് 100 mm ആണ്. AB എന്ന് പറയുന്നത് 450 mm ആണ്. ഡിറ്റർമൈൻ ദ ഇൻപുട്ട് ടോർക്ക് T ഓൺ ദ ലിങ്ക് OA ഫോർ ദ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ഗിവൺ ഡേറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഇതിൻ്റെ ടോർക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരി. അപ്പോൾ ഇങ്ങനെ വരാനായിട്ട് ആദ്യം എന്തോന്ന് ചെയ്യുക? കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. അപ്പം ആദ്യം ഒരു മിനിറ്റ്, ഇത് മോഡ്യൂൾ 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ സ്ലൈഡർ ക്രാങ്കിൻ്റെ. ഓക്കെ. ഡെമോ ക്വസ്റ്റ്യൻ ആണ്, അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ക്വസ്റ്റ്യൻ. ശരി. അപ്പം സ്കെയില് 1 സെൻറ്റിമീറ്റർ. കോൺഫിഗറേഷൻ ഡയഗ്രാം ആണ് ആദ്യം വരയ്ക്കേണ്ടത്. സ്കെയില് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് ഞാൻ എത്ര എടുത്തു? 100 mm എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ. 100 mm എന്ന് പറഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഏത് വരയ്ക്കും? ഇത് വരയ്ക്കാൻ തന്നിട്ടില്ല. ഇത് തന്നാലും തന്നില്ലേലും എന്ത് ചെയ്യുക എന്നറിയാമോ? കോൺഫിഗറേഷൻ ഡയഗ്രാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഹോറിസോണ്ടൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഓഫ് ആക്ഷൻ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടേക്കുക. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ എടുത്തു. ഇതിന് ഞാനിപ്പോൾ O ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ OE ന്ന് ഞാൻ എന്തൊന്നും ചെയ്യണം? 120 ഡിഗ്രി. 120 ഡിഗ്രി ഇങ്ങോട്ടേക്ക് വെച്ചു. സ്കെയിൽ ഞാനൊരു 50 mm എടുക്കാം. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് വരും. 2 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ.
അപ്പം ഞാൻ ഇതിനിങ്ങനെ എടുത്തു, ഇത് വെച്ചു, 5 വെച്ചു, എന്നിട്ട് 2 സെൻറ്റിമീറ്റർ എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊന്നാണ് എ. എത്ര mm? 100 mm. ഓക്കെ. ഇനിയിപ്പം ഇവിടെ ടോർക്കുണ്ട് ടി. ഇത് എത്ര ഡിഗ്രി? 120 ഡിഗ്രി. ഇത്ര ഓക്കെ അല്ലേ? ഈ സൈഡിൽ തന്നിരിക്കുന്ന അങ്ങനെ നമ്മൾ കൊടുത്തു. ഇനിയിപ്പം 450 ഡിവൈഡഡ് ബൈ 50 ചെയ്യുക. 450 ഡിവൈഡഡ് ബൈ 50 എല്ലാം നമ്മൾ സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 9 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ കോമ്പസ് എടുത്തു, കോമ്പസിൽ 9 സെൻറ്റിമീറ്റർ എടുത്തു, കോമ്പസിൽ 9 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ. എയിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഈ കിട്ടിയ പോയിൻ്റാണ് എനിക്ക് താഴെ ഓ മണ്ടയ്ക്ക് ബി അങ്ങനെ വരും. ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതും കൂടെ കൂട്ടി വരച്ചു. അപ്പോൾ എനിക്ക് കിട്ടി. ഇതാണ് എന്തോന്ന് ബി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഇരിക്കാം. ഏതായാലും ഇവിടെ ഒരു സാധനം വേണം, ഇതിങ്ങനെ നീട്ടണം. കാരണം എന്താണെന്നാണ് ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ ആരോ കൊടുത്തു. F = 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ പേര് കൊടുക്കണം. അതിന് മുന്നേ ബോക്സ് ഇട്ടേക്കാം. ബോക്സ് ചുമ്മാ കൈയും കൊണ്ട് വരയ്ക്കില്ല, ഇതും കൊണ്ട് തന്നെ വരയ്ക്കണം. ഒരു വൃത്തിയിരിക്കണം, സ്കെയിലും കൊണ്ട് തന്നെ വരയ്ക്കണം. അപ്പോൾ ഇത് വരച്ചു. ഇനി പുല്ല് മാർക്ക് ചെയ്യണം. ഒന്ന് ഇതിങ്ങനെ കൊടുത്തു, ഇതിങ്ങനെ കൊടുത്തു. ഇനി എന്തോന്നാണ് അതുപോലെ ഇവിടെ ഒരു കൊളുത്തിങ്ങനെ ഇട്ട് പുല്ലിങ്ങനെ കൊടുത്തു. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് ഓ, എന്നിട്ട് ഇത് വന്നിട്ട് ബി. ഇത് ബി. ഇങ്ങനെ വേണം മാർക്ക്. ഇനി മാർക്ക് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം. ഓക്കെ. ഇതിങ്ങനെ കൊടുത്ത് 120 ഡിഗ്രി. ഇത് 450 mm ആണെന്നുള്ളത്. 450 mm. ഓക്കെ. അപ്പം തന്നിരിക്കുന്ന എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം കോൺഫിഗറേഷൻ ഡയഗ്രാം കഴിഞ്ഞില്ലേ? ഇനി എന്താണ്? ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഞാൻ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്ലൈഡർ ക്രാങ്കിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മളിപ്പോൾ എല്ലാ മോഡ്യൂളും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഒരു ലിങ്ക്, ഇത് രണ്ടാമത്തെ ലിങ്ക്, ഇത് മൂന്നാമത്തെ ലിങ്ക്. ഇതോ ഈ ഒരു ഇതിനെ നിങ്ങൾക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ലൈനിനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇതിനെ 4ാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. 1, 2, 3, 4. ഇപ്പം 4 ലിങ്ക് നമ്മൾ വരച്ചല്ലോ. ഇനിയിപ്പം നമുക്ക് കൊടുക്കാം. ഇവിടെ എന്തെങ്കിലും ഫോഴ്സ് എഴുതണോ? വേണ്ട. കാരണം എന്താണ്? ഇത് ഫിക്സഡ് ആണ്, ഫോഴ്സ് വേണ്ട. ഇവിടെ ഫോഴ്സ് നമുക്ക് എഴുതാം. രണ്ടും ഒന്നുമുണ്ട്. അയൽവക്കത്തെ എഴുതിയിട്ട് നമ്മുടെ എഴുതണം. F12. അയൽവക്കത്തെ എഴുതിയിട്ട് നമ്മുടെ എഴുതണം. F32. ഇപ്പോൾ 3ൽ നിന്നിട്ട് നോക്കുക. ഇപ്പുറത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? F2 എഴുതിയിട്ട് 3. ഇവിടെ എഴുതുമ്പോൾ F4 എഴുതിയിട്ട് നമ്മുടെ 3. ഇനിയിപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടൊന്നും അടിക്കണ്ട. ഇങ്ങനെ 4 ഇപ്പോൾ ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് 4 ആയിട്ട് കൊടുത്തില്ലേ? ഇപ്പോൾ സാധാരണ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? മണ്ടയ്ക്ക് താഴെയല്ലേ എഴുതത്തുള്ളൂ. അതുപോലെ ഇതിനും മണ്ടയ്ക്ക് താഴെയായിട്ടുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ ഇതെങ്ങനെ എഴുതും? F3 4. ഇതെങ്ങനെ എഴുതും? F1 4 എന്നുള്ള രീതിയിൽ തന്നെ എഴുതുക. സ്ലൈഡർക്ക് അങ്ങനെ എപ്പോഴും ഇവിടെ ഏതാണോ ഫിക്സഡ് അത് ആ പേര് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ O എന്ന് പറഞ്ഞ് കൊടുത്തു, A പിന്നെ B എന്ന് പറഞ്ഞ് ഈ പോയിന്റ് അങ്ങനെയുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇത് 4ാമത്തെ ലിങ്കായിട്ട് കൺസിഡർ ചെയ്തു. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1, 2, 3, 4 സ്ലൈഡർക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ കണക്കിലും ഇടുന്നത്. അപ്പോൾ അതിനങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് F12 അത് ബാക്കി ചെയ്യുന്ന പോലെ തന്നെ 4 ബാറിനെ ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ തന്നെ. ഇവിടെ വരാൻ നേരത്ത് നിങ്ങൾ ഇതിനെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനെ നിങ്ങളൊരു ലൈനായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് അതിനെ മണ്ടയ്ക്ക് F34 താഴെ F14 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് തോന്നും. ഇങ്ങനെ ഒരു ലിങ്ക് ആയിരുന്നുള്ള രീതിയിൽ വിചാരിച്ചോ. പക്ഷെ ആക്ച്വലി ഇതല്ല, ഇതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ പോയിന്റിൽ ഇത് വരുന്ന പോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ശരി. ഇനിയിപ്പോൾ എന്നാ മിനിമം ഫോഴ്സ് ഏതാ? ഇതിൻ്റെ അകത്ത് എല്ലാതിൻ്റെയും പറഞ്ഞു. ഇപ്പം O എന്ന് പറയുന്ന സാധനം നോ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ബിക്കോസ് ഫിക്സഡ്. OA 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ആൻഡ് 1 ടോർക്ക്. 2 ഫോഴ്സും 1 ടോർക്കും. ഓക്കെ. ഇനി അടുത്തത് AB ആണെങ്കിലോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ ഈ OB എന്ന് പറയുന്ന സംഭവമാണെങ്കിലോ 4ാമത്തെ ലിങ്ക് ആണെങ്കിലോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ആൻഡ് 1 അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇതിനകത്ത് മിനിമം ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ മിനിമം ആയിട്ടുള്ളത് ഏതാണ്? AB. അപ്പം നമ്മൾ ഇനി എന്തെന്ന് എഴുതണം? അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ നമ്മൾ AB സെലക്ട് ചെയ്തേ. ഇനി അടുത്ത ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം ഇതെന്തോന്ന് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം മിനിമം ഉള്ളതിനെ ആദ്യം എടുത്ത് വരയ്ക്കണം.
ഇതാണ് മിനിമം ഉള്ളത്. ഇതിനെ ഞാനിങ്ങനെ എടുത്തു. 9 സെൻറ്റിമീറ്റർ ആണല്ലോ അല്ലേ? 9 സെൻറ്റിമീറ്റർ ആയിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനിങ്ങനെ എടുത്തു. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 വരച്ചു. എന്നിട്ട് ബാക്കി ചെറുതായിട്ടൊരു ലൈൻ ഓഫ് ആക്ഷൻ, ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, ഇതായിരുന്നു ആ പോയിന്റ്. ശരി, അപ്പം ഇത് 9. ഇനിയിപ്പം പേരെന്താ? എ. ഇതിൻ്റെ പേരെന്താ? ബി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെ ഫോഴ്സ് എന്നായിരുന്നു? F23. ഇതിൻ്റെ ഫോഴ്സ് എന്നായിരുന്നു? F43. ഇത്ര ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അടുത്തത് ഈ സൈഡ് കഴിഞ്ഞു. മിനിമം കൺസ്റ്റന്റ് ഫോഴ്സ് റെഫറൻസ് പോലെ എടുത്ത് വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ അടുത്തത് ഏത്? ടോർക്ക് പോകണോ അപ്ലൈഡ് പോകണോ? അപ്ലൈഡ് ഫോഴ്സിലേക്ക് പോകണം. അപ്പം ഇതാണ് അത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആദ്യം ഫോഴ്സ് ഇല്ലേ, ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണല്ലോ, ഈ ഒരു ലൈൻ തന്നെയാണല്ലോ. അപ്പം ഫോഴ്സിന് ഞങ്ങൾ എടുക്കുന്നു. ഫോഴ്സിന് എടുത്തിട്ട് അടുത്തത് ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ അടുത്ത വരയ്ക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിങ്ങനെ ഫോഴ്സ് ഇങ്ങനെ വരച്ചു. അളക്കമൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. F = 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത എന്താണെന്ന് ചെയ്യണമെന്നറിയാമോ? ഇതിപ്പോൾ വരച്ച് നമ്മൾ ഇവിടെയല്ലേ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്കല്ലേ. ഇനിയിപ്പോൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ എടുക്കുന്നു. അതായത് എ ബി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് റെഫറൻസ് എടുത്തതിനെ നമ്മളിങ്ങനെ എടുക്കുന്നു. റെഫറൻസ് എടുത്തതിനെ എടുത്തു, നേരെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് മണ്ടക്കോട്ട് വരച്ചു. അപ്പോൾ ഇതാണ് എന്തോന്ന് F34. ഓക്കെ, F34 ഈ ഒരു സാധനത്തിന്റെ അപ്ലൈഡ് ഫോഴ്സിന്റെ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോഴ്സ് ഉണ്ട്, 34 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ ഞാൻ ഫോഴ്സിനെ എടുത്ത് ഞാൻ വരച്ചു. എന്നിട്ട് ഈ മുട്ടിയിരിക്കുന്ന ഈ ലൈന് പാരലായിട്ട് ഇവിടെ വരച്ചു. അപ്പോൾ ഇതിനെ ഞാൻ എന്തോന്ന് കൊടുത്തു? F34 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ F14 കൊടുക്കണം. 14 എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏതിന്? ഈ ഒരു സംഭവത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏതിന് പെർപെൻഡിക്കുലർ? ഇതിനെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഈ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ പിന്നെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആണെങ്കിലും 90 ഡിഗ്രി വെച്ചിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 90 ഡിഗ്രി എടുത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് വെച്ചിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊടുത്ത് വെച്ചിരിക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് 90 ഡിഗ്രി എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം റോളർ വന്നിട്ട് പറഞ്ഞു കുറച്ചിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോവും. കറക്റ്റ് രണ്ടും റോളിംഗ് സർഫസിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചു, പെർപെൻഡിക്കുലർ, ചുമ്മാ അളവൊന്നുമില്ല. ഇതാണ് എന്തോന്ന്? F14. പേര് കൊടുക്കുന്ന മനസ്സിലായില്ലേ? ഇത് ഫോഴ്സ്, ഈ F ആണ്, ഇത് വരച്ചു. പിന്നെ ഇതാണ് ഇത്, അപ്പം പിന്നെ ഇതാണ് ഇത്. എന്നിട്ട് ഈ F, ഈ ലിങ്കിനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ Fന്റെ F ആണ് ആ കൊടുത്തത്. മിച്ചമുള്ളത് ഇങ്ങോട്ട് വരച്ചതാണ്, മണ്ടയ്ക്കുള്ളതാണ് F34, താഴെയുള്ളതാണ് 14. ഇതിനങ്ങനെ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മൈൻഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ബേർഡനായിട്ട് തോന്നുവാണെങ്കിൽ ഇതിനങ്ങനെ പഠിച്ചു വെച്ചിരുന്നാലും മതി. F34, F14. ശരി, ഇനിയിപ്പോൾ എന്നാ? ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, അപ്ലൈഡ് ഫോഴ്സിൻ്റെയും വരച്ചു. ഇനിയിപ്പോൾ ഡയറക്ഷനും കൂടെ ജസ്റ്റ് കൊടുത്തേക്കാം. ഇതിപ്പം ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതെല്ലാം ടുവേർഡ്സ് ദ പോയിന്റ് ആക്ട് ചെയ്യുന്നുള്ള രീതിയിലെല്ലാം ഈ പോയിന്റിന് നേരെ കൊടുക്കുക. ഇത് ഇങ്ങോട്ടാണ്, അപ്പോൾ ഇത് ഇങ്ങോട്ടാണെന്നുള്ള രീതി കൊടുക്കുക, ഇത് ഇങ്ങോട്ടാണെന്നുള്ള രീതി കൊടുക്കുക. ശരി, ഇനിയിപ്പോൾ അടുത്തൊന്ന് വരയ്ക്കണം, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. വെക്റ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിൽ വരണം? ഫോഴ്സ് വേണം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഫോഴ്സ് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. ശരി, അപ്പം ഞാൻ വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതി. വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ വേണ്ടേ? പറ. 1 സെൻറ്റിമീറ്റർ പറയൂ. 1 സെൻറ്റിമീറ്റർ എത്ര ന്യൂട്ടനായിട്ട് എടുക്കാം? 10 ന്യൂട്ടനായിട്ട് എടുക്കുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ. ശരി, 10 ന്യൂട്ടനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ 5 ന്യൂട്ടനായിട്ട് എടുക്കുകയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ വരും. 5 ന്യൂട്ടനായിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിതിനിങ്ങനെ എടുത്തു. കറക്റ്റ് വെക്കണം. കറക്റ്റ് വെച്ചിട്ട് അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി, ഇപ്പം 5 ന്യൂട്ടൺ ഇങ്ങനെ വെച്ചു. ഒരു 4 സെൻറ്റിമീറ്റർ അല്ലേ ഇതിനോട്ടെന്ന് പറയുമ്പോൾ 4.
ഓക്കെ. ഇതാണ് എന്തോന്ന് ഫോഴ്സ്. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, അത് കൊടുത്തു. 4 സെൻറ്റിമീറ്റർ അടുത്താണ് വരച്ചിരിക്കുന്നത്. ഇനി എന്നാ ചെയ്യണം? ബാക്കിയുള്ള 2 ഫോഴ്സിനെയും ജസ്റ്റ് റോൾ ചെയ്യുക, വരയ്ക്കുക. ഏതെങ്കിലും ഒരറ്റം ഈ വരച്ചിരിക്കുന്നതിൽ മുട്ടണം. ഒന്നെങ്കിൽ ഇവിടെ പൊളിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ പൊളിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുക. അപ്പം ഞാനിപ്പം ഇവിടെ ചെയ്യാം. ഇവിടെ മുട്ടിക്കാം, ഈ ഒരു പോയിന്റ് മുട്ടിക്കുന്ന പോലെ വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ ചുമ്മാ കൊടുത്തു. ഇത് വരച്ചതാണ് എന്തോന്ന് F34. അപ്പോൾ F34 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. ഇത് F34 ആണെന്നുള്ള രീതി കൊടുത്തേക്കുക. ഇനി അടുത്തത് എന്തോന്നാണ് F14 ഇങ്ങനെ വെച്ചു. അടുത്ത ഒരറ്റം മുട്ടിക്കുക. ഈ ഒരറ്റം വെച്ചിട്ട് മണ്ടക്കോട്ട് താഴോട്ടും വരയ്ക്കുക. അപ്പോൾ എന്തോന്ന് വരും? ഈ ഒരു പോയിന്റ് കിട്ടി. ഇതാണ് എന്തോന്ന് F14. അപ്പം F14 ഇതാണെന്ന് എടുക്കുക, F34 ഇതാണെന്ന് എടുക്കുക. ഇപ്പോൾ ഡയറക്ഷൻ ഇത് ഇങ്ങോട്ടാണെങ്കിൽ എല്ലാം ഒരേപോലെ കൊടുക്കുക. ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ പോകും. അപ്പോൾ ഇങ്ങോട്ട്, ഇവിടെ വന്നിട്ട് ഇത് മണ്ടക്കോട്ട് പോകും, ഇങ്ങോട്ട്. അപ്പോഴല്ലേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു വശത്തേക്ക്. ശരി, ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്യുന്നു, ഇതിനെ അളക്കുന്നു. അളക്കാൻ നേരത്തെ എനിക്ക് മെഷർ ചെയ്തപ്പോൾ 4.2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം F34 എന്ന് പറയുന്നത് എന്തോന്ന് പറഞ്ഞ് കിട്ടി? 4.2 സെൻറ്റിമീറ്റർ. അതിൽ നിർത്താവോ? പാടില്ല. ഇൻറ്റു എന്തോന്ന് ചെയ്യണം? സ്കെയിൽ എടുത്ത് ഇതുമായിട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 5 ചെയ്തു. അപ്പം എനിക്ക് എത്ര കിട്ടി? 4.2 ഇൻറ്റു 5 ചെയ്തപ്പം 21 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എനിക്ക് 21 ന്യൂട്ടൺ. ഇത് 20 ന്യൂട്ടണാണെന്ന് അറിയാം. ശരി, ഇനി അടുത്തത് F14 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ഒരു 0.85 എന്ന് പറഞ്ഞ് കിട്ടി. 0.85 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതിന് ഇൻറ്റു സ്കെയിൽ ചെയ്യണം 5. അപ്പം 0.85 എന്ന് പറഞ്ഞ് ചെയ്യുമ്പം എത്ര കിട്ടും? 4.25 എന്ന് പറഞ്ഞ് കിട്ടും. 4.25 അതാണ് എന്തോന്ന് F14ൻ്റെ ഇത്. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? വെക്ടർ ഡയഗ്രാം കഴിഞ്ഞു, അതത്ര കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ടോർക്കിൻ്റെ ഏതാ? ഈ വശത്തിന് അങ്ങനെ മെഷർ ചെയ്ത് താഴെ കൊണ്ടുവന്ന് വരയ്ക്കുക. ഓക്കെ, ഈ വശം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 2 സെൻറ്റിമീറ്റർ ആയിട്ടല്ലേ നമ്മളിത് എടുത്തത് അല്ലേ? അതെ, 2 സെൻറ്റിമീറ്റർ എടുത്ത് ഞാനിപ്പം ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വരയ്ക്കണം. പാരലിൽ വരയ്ക്കാൻ പോവാം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യല്. അത് കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് വരച്ച് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ശരി, 2 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. പേര് കൊടുക്കണ്ടേ? പേരെന്നാ? താഴത്തവോ മണ്ടക്കത്തെ എ. മറ്റേ ഇത് കൊടുക്കണ്ടേ? F32, പിന്നെ F12. ഓക്കെ, ഇതിൻ്റെ പേര് കൊടുക്കുക. കൊടുത്തു. ഇനി എന്നാ വേണ്ടേ? നമ്മൾ റിഫറൻസ് പറഞ്ഞൊരു സാധനം എടുത്തില്ലേ? അതിനെല്ലാം നമ്മൾ എല്ലാത്തിനും കൊണ്ടേ വരച്ച് ചെയ്യുന്നേ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നു, റിഫറൻസ് എഴുതി. ഇതിനെ എന്തോന്ന് ചെയ്യുക? ഈ ടോപ്പിൽ കൊണ്ടുവന്ന് വെച്ച് പാരൽ വരയ്ക്കുന്നു, ചുമ്മാ വരയ്ക്കുന്നു. അതുപോലെ തന്നെ അതിനങ്ങനെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ അടുത്ത എൻഡിൽ ഓയിൽ കൊണ്ടുപോയി വെച്ച് പാരൽ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ വരച്ച് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു പോയിന്റ് എടുക്കുന്നു. അവിടെ നിന്ന് 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. എന്നിട്ട് പെർപെൻഡിക്കുലർ എടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടി? എത്രയല്ല, ഇതും കൂടെ ജോയിൻ ചെയ്ത് ആണ്. ഇതാണ് എന്തോന്ന് H. ഇത് എത്ര കിട്ടി? H എന്ന് പറയുന്ന സാധനം എത്ര കിട്ടി? 1.5 അല്ല, 1.5 സെൻറ്റിമീറ്റർ ആണ്. ഞാനെപ്പോഴും ഇത് എങ്ങനെ എടുക്കണം? മീറ്ററിൽ എടുക്കണം. മീറ്ററിലാക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 100. അപ്പം 1, 2. അപ്പം 0.015 മീറ്റർ എന്ന് പറഞ്ഞ് വെച്ച്. ശരി, ഇനിയിപ്പം ഡയറക്ഷൻ നോക്കണം. വെക്ടർ ഡയഗ്രാം വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇത് ഇങ്ങോട്ട്. അപ്പോൾ ഇത് എങ്ങനെ കറക്കുന്നത്? ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതെങ്ങനെ പറ്റും? ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനിയിപ്പം കപ്പിൾ ഈസ് ഈക്വൽ ടു F ഇൻറ്റു H. F എന്ന് പറയുന്നത് F32. ഇവിടെ 34ഉം 14ഉം ആണ് ഉള്ളത്.
34 അല്ലേ ഇങ്ങനെ 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 വരുന്നത് ഇങ്ങോട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല, കാരണം അവിടെ വഴിയില്ല, ഫിക്സഡ് ആണ്. പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ 32 ഇൻറ്റു h എന്ന് പറയുന്നത് 0.015. അപ്പോൾ ഇവിടെ എഴുതുക F32 is equal to F34 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് F34ൻ്റെ വാല്യൂ എത്രയാണ്? 21 ന്യൂട്ടൺ ഇൻറ്റു 0.015 മീറ്റർ ചെയ്യുമ്പോൾ എത്ര വരും? 21 ഇൻറ്റു 0.015 ചെയ്യുമ്പം 0.315 എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? ന്യൂട്ടൺ മീറ്റർ. ഇത് ഏത് ഡയറക്ഷനാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇതിൻ്റെ ടോർക്ക് എത്രയാണ്? അപ്പം ടോർക്ക് ഇസ് ഈക്വൽ ടു 0.315 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ കുഴപ്പമില്ല, ആ ഡയറക്ഷൻ്റെ മാത്രമേ മാർക്ക് പോകത്തുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റായിരിക്കും. മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, പിന്നെ കിലോമീറ്റർ. ഓക്കെ, മീറ്ററിന് കിലോമീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. നമ്മളെപ്പോഴും യൂണിറ്റ് കൂട്ടാനാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം, അല്ല ഡിവൈഡാണ് ചെയ്യേണ്ടത്. അതേസമയം കുറയ്ക്കാനാണെങ്കിൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. കിലോമീറ്റർ ഉള്ള ഒരു സാധനത്തിന് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ അത് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഇൻറ്റു 1000. ഓക്കെ, ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിലോ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ ഇൻറ്റു 100 ചെയ്യണം. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ എത്ര വരും? ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. തിരിച്ചാണെങ്കിലോ ഇൻറ്റു 10 ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കിലോ ന്യൂട്ടൺ ആണേലും ഇതാണേലും. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു 2 കിലോ ന്യൂട്ടണാണ് തന്നിരിക്കുന്നതെന്ന് ഓർക്കുക. 2 കിലോ ന്യൂട്ടണാണ് തന്നിരുന്നെങ്കിൽ 2 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ എങ്ങനെ എടുക്കും? 2 കിലോ ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്, അതിന് ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1000. അപ്പം 2 ഇൻറ്റു 1000 എന്ന് പറയുന്നത് എത്ര വരും? 2000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി ഒരു ചെറിയ ഇത് ന്യൂട്ടൺ കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ 4 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ എന്നാണ് കിടക്കുന്നത്. ഇതിനെ എനിക്ക് ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണം. അപ്പം ഏതാണ് നമ്പർ തന്നിരിക്കുന്നത്, ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കാം. അപ്പോൾ 4നെ ഞാൻ പൊത്തിപ്പിടിച്ചു. കിലോ ന്യൂട്ടണിനെ മാത്രം വിചാരിക്കുക. കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇതിനെ ന്യൂട്ടണിലേക്കാണ് എനിക്ക് ആക്കേണ്ടത്, ന്യൂട്ടണിലേക്കാണ് ആക്കേണ്ടത്. കിലോ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. ഇൻറ്റു 1000. അപ്പം ഞാൻ ഇൻറ്റു 1000 എഴുതി. ഏത്? ഈ നമ്പറിനെ ഇൻറ്റു 1000. ഓക്കെ, ഈ നമ്പറിനെ എടുത്ത് എഴുതി. കിലോ ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 1000. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിലോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 കൊടുക്കുക. അപ്പോൾ 4 ഇപ്പോൾ എങ്ങനെ വരും? ഇത് 4 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞ് വരും. അപ്പം 40 ന്യൂട്ടൺ മീറ്റർ. ഇത്രയേ ഉള്ളൂ. ഏതൊരു യൂണിറ്റിനെയും കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു യൂണിറ്റിനെ സെഗ്മെന്റ് ആയിട്ട് എടുക്കുക, എന്നിട്ട് എന്നാ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക, അങ്ങനെ ചെയ്യും. 4 ബാറിൻ്റെ അഡ്വാൻസ് ലെവൽ നോക്കാം. അപ്പം ഇതാണ് ചോദ്യം. 4 ബാർ മെക്കാനിസം സബ്ജക്റ്റ് ടു ഇത് പേടിക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ബോക്സ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് എക്സ്റ്റേണൽ ഫോഴ്സസ്, ദ ഇൻപുട്ട് ലിങ്ക് AB മേക്സ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, AB അല്ല AD ആണ്. എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് AD. ഓക്കെ, ശരി. അപ്പം ഇതൊരു 4 ബാർ മെക്കാനിസം ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 ബാർ മെക്കാനിസം. ഇതൊക്കെയാണ് ഫോഴ്സസ്. ഓക്കെ, ഡിറ്റർമിൻ ദ ഷാഫ്റ്റ് ടോർക്ക്. T കണ്ടുപിടിക്കാനാണ്, ടോർക്ക് കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും, ടോർക്കും ഡയറക്ഷനും, അതാണ് നമുക്ക് 4th മോഡലിൽ എപ്പോഴും ചോദിക്കുന്നത്. അതിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ലിങ്ക് AB-യിലാണ് ഈ ടോർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷനും ടോർക്കും. മെക്കാനിസം. ഓക്കെ, ശരി. അപ്പം ഇനിയിപ്പോൾ എന്താണ് ഇതിപ്പം ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാമല്ലോ. AB എന്ന് പറയുന്നത് എത്ര? 550 mm ആണ്. BC എന്ന് പറയുന്നത് 726, CD എന്ന് പറയുന്നത് 616,
AD എന്ന് പറയുന്നത് 1100. ഇതാണ് MM ആണത്. ഇനിയിപ്പം ഇതിനെ എന്നിട്ട് കണ്ടേ അടുത്തത് പറഞ്ഞിരിക്കുന്നത് F2, F3, F4. AB-യിലാണ് F2 ഉള്ളത്, BC-യിലാണ് F3 ഉള്ളത്, CD-യിലാണ് F4 ഉള്ളത്. ഓക്കെ, ശരി. ഇനിയിപ്പം അവർ പറഞ്ഞിരിക്കുന്നത് 73.5 ഡിഗ്രി, അതായത് ഇങ്ങനെ ഒരെണ്ണം എടുത്ത് 73.5 ഡിഗ്രി എടുക്കുവാണെങ്കിൽ അങ്ങനെയാണ് ഈ പോയിന്റിൽ ഇത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ വേറൊരെണ്ണം എടുത്തിട്ട് എത്രയാ 158 ഫോഴ്സ്. F3 എന്ന് പറയുന്നത് 158 ന്യൂട്ടനാണ്. 58 ഡിഗ്രിയിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഗ്രിയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം 42 ഡിഗ്രിയിലാണ് F4 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 66 ന്യൂട്ടൺ. അപ്പം അത് മനസ്സിലാക്കുക. AD ഫിക്സഡ് ആണ്, അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് AE-ന്ന് 358 മീറ്റർ MM മാറി. AE-ന്ന് 358 MM എടുക്കാൻ നേരത്തെ ഈ പോയിന്റ് അങ്ങനെയാണ് ഇവിടെ വെച്ച് ഇവിടെ ഇവർ E എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിരിക്കുന്നത്. അവിടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ BC എന്ന് പറയുമ്പോൾ BE-ന്ന് 327 MM ഫ്രം B-ന്ന് എടുക്കാൻ നേരത്തെ ഇവിടെ വരും, അവിടെയാണ് F അവർ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 410 MM ഫ്രം D, C എന്നല്ല D എന്നാണ്. അപ്പോൾ D-ന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ നേരത്തെ ഇതാണ് ഈ പോയിന്റ് കിട്ടും, അവിടെ വെച്ചാണ് F4 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാകുമല്ലോ ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. ഇത് മനസ്സിലായതിനു ശേഷം നമ്മൾ വരയ്ക്കുക. അപ്പം ആദ്യം നമുക്കറിയാം കോൺഫിഗറേഷൻ ഡയഗ്രാം, ഇത് ഈ 6 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ടേം കോൺഫിഗറേഷൻ ഡയഗ്രാം. അപ്പം അതിന് സ്കെയിൽ എടുക്കണം. സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് = 100 mm എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഞാൻ ഈ വാല്യൂസിനെല്ലാം യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ശരി, മേഡം. ഇനിയിപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം AD എന്ന് പറയുന്നത് എത്രയാണ്? 1100. അപ്പം എന്ത് ചെയ്യുക? 1100 ഡിവൈഡഡ് ബൈ 100, 11 സെൻറ്റിമീറ്റർ. അപ്പം ഇതാണ് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ എന്നിട്ട് 11 സെൻറ്റിമീറ്റർ എടുത്തു. ഇതിന് ഞാൻ എന്തോന്ന് പേര് കൊടുത്തു? A എന്ന് പേര് കൊടുത്തു. ഇതിനെ D എന്ന് പേര് കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് 60 ഡിഗ്രി ഞാൻ മെഷർ ചെയ്യണം B വരയ്ക്കാൻ വേണ്ടിയിട്ട്. B മെഷർ ചെയ്യും 60 ഡിഗ്രി ഈ ലൈനിൽ പോകും. ഇനിയിപ്പോൾ 5.5 ഇവിടെ ആയിട്ട് വരും. ശരി, ഇനിയിപ്പം AB വരച്ചു. അതിനുശേഷം 7.26 അത് ഞാൻ കോമ്പസിലെടുത്തു. ഓക്കെ, 7.26 എടുത്തു. ഈ പോയിന്റിൽ നിന്ന് എടുത്ത് ഒരാർക്ക് കൊടുത്തു. ഇനിയിപ്പം BC കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉള്ളത് CD വരയ്ക്കാൻ 6.16 എന്നിട്ട് ഒരു പോയിന്റ് കിട്ടി, C കിട്ടി. ഓക്കെ, ഇനിയിപ്പം ഡയമെൻഷൻസ് ഒക്കെ എഴുതാൻ 1100 mm. ഇതെത്രയായിരുന്നു? AB എന്ന് പറയുന്നത് 550 mm. ഇനിയിപ്പോൾ അടുത്ത് BC എന്ന് പറയുന്നത് 726 mm. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് 616 mm. ഓക്കെ, ഇനിയിപ്പം ഇത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഫോഴ്സ് അടയാളപ്പെടുത്തണം അല്ലേ? ഫോഴ്സ് അടയാളപ്പെടുത്തിട്ട് അതായത് പോയിന്റ് വെക്കണം. 358 mm, AE-ന്ന് 358 mm, അതായത് 3.58 എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഇവിടെ വെച്ച് പോയിന്റ് എടുത്തു. ഈ പോയിന്റിനെ ഞാൻ എന്തെന്ന് കൊടുത്തു? E എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെയാണ് മറ്റേ ഡയറക്ഷൻ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് BE-ന്ന് 327 mm, അപ്പം 3.27 ഇവിടെ ആയിട്ട് വരും. ഇതാണ് എന്തോന്ന് ഈ കഴിഞ്ഞിട്ട് ഞാനിതിനെ F എന്ന് പറഞ്ഞ് എടുത്തു. F എന്ന് പറഞ്ഞ പോയിന്റ്. ഇനിയിപ്പോൾ അടുത്തത് 410 mm ഫ്രം D ആണ്. അപ്പം 4.1 ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ DE-ന്ന് 4.1 എടുത്ത് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ഈ പോയിന്റിന് ഞാൻ എന്തോന്ന് പേര് കൊടുത്തു? G എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോൾ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യുക? ആ ഫോഴ്സ് എടുത്ത് വരച്ചാൽ മതി. ഫോഴ്സ് വരയ്ക്കാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് വരച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ AD എപ്പോഴും ഈ ഒരു ബേസിന് തന്നെ ബേസിന് ഇതായിട്ട് വരയ്ക്കുന്നതായിരിക്കും
കുറച്ചും കൂടെ ഒരു ഇത്. ഓക്കെ, അപ്പം ഞാനിവിടെ വെച്ചു. ഇപ്പം എത്ര എണ്ണം? മൂന്നെണ്ണമല്ലേ വരയ്ക്കണ്ട. അപ്പം ഇതൊരു പോയിൻ്റായിട്ട് എടുത്തു, ഇതൊരു പോയിൻ്റായിട്ട് എടുത്തു, ഇതൊരു പോയിൻ്റായിട്ട് എടുത്തു. അങ്ങനെ 3 പോയിൻ്റ് എടുത്തു. സെപ്പറേറ്റ് ആണ്, ഇതുമായിട്ട് ബന്ധമില്ല, സെപ്പറേറ്റ് എടുത്തിരിക്കുക. എന്നിട്ട് വേറെ ക്യാൻവാസ് എന്നുള്ള രീതിയിൽ വിചാരിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് മെഷർ ചെയ്തു. എത്ര ഡിഗ്രി ആയിരുന്നു? 73.5 ഡിഗ്രി. 73.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 7, 1, 2, 3, 73.5 എന്ന് പറയുമ്പോൾ ഇത് 1.5 ഡിഗ്രി. ഓക്കെ, ഇനിയിപ്പം അടുത്തത് 55 ഡിഗ്രി. 55 ഡിഗ്രി എന്ന് പറയുമ്പം ഇവിടെ നിന്ന് എടുക്കാൻ നേരത്ത് 55 ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 42 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ വെച്ചെടുക്കുമ്പോൾ 42 എന്ന് പറയുമ്പോൾ 40, 41, 42 ഇവിടെ ആയിട്ട് വരും. ഇനി അതായത് കറസ്പോണ്ടിങ് ഇതിനെ വരയ്ക്കുക. ഇതാണ് ഞാൻ ആദ്യം എടുത്തത്, ഇതാണ് ഞാൻ രണ്ടാമത് എടുത്തത്, ഇതാണ് ഞാൻ മൂന്നാമത് എടുത്തത്. ഇത് എത്ര ഡിഗ്രി ആയിരുന്നു? ഇത് 42 ഡിഗ്രി ആയിരുന്നു. ഇത് എത്രയായിരുന്നു? 55 ഡിഗ്രിയാണ്. കാണാമോ? ഓക്കെ, ഇത് എത്രയാണ്? 73.5 ഡിഗ്രി. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ആണ് എടുത്ത് വരച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻസൊക്കെ ഇങ്ങോട്ടാണ്, ഇങ്ങനത്തെ ഡയറക്ഷനിലാണ് 3 എണ്ണം ഇരിക്കുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് ചെയ്യണം? എടുത്ത് വരയ്ക്കണം. അതിന് മുന്നേ ഒരു മിനിറ്റ്. ഇത് 73.5 ആണ് എന്തോന്ന്? F2. 55 എന്തോന്ന്? 55 എന്തോന്ന്? F3. F4 ആണ് 42, F4. ഓക്കെ, ഇനി F2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 88 ന്യൂട്ടൺ. F3 എന്ന് പറഞ്ഞാൽ 158 ന്യൂട്ടൺ. F4 എന്ന് പറഞ്ഞാൽ 66 ന്യൂട്ടൺ. സെറ്റല്ലേ? 3 എണ്ണം നന്നായി എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ എന്താ എഴുതാമെന്ന് വെച്ചാൽ, ഇതിനെ എടുക്കുക, പാരലൽ കൊണ്ടുപോയി വെച്ച് വരയ്ക്കുക. F2നെ കൊണ്ടുവന്ന് വെച്ചു, കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുക. 2 പൊസിഷൻ എടുക്കുക, പാരലൽ എടുക്കുന്നത് മാറാൻ പാടില്ല. എന്നിട്ട് അതങ്ങനെ റോൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. പോയിന്റ് പിടിക്കുക, പോയിന്റ് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, അതിന് ലെങ്ത് ഒന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു അടുത്ത നമുക്ക് പാരലൽ എടുക്കാൻ കണക്കിന് കുറച്ചൊരു നീട്ടി വരയ്ക്കുക. അതിനുശേഷം ഇത് കണ്ടോ, ഈ സാധനം, അതായത് ഹൊറിസോണ്ടൽ ലൈൻ, അത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി വെച്ച് വരച്ചേക്കുക. അപ്പോൾ അതവിടെ കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്ന് കൊടുക്കുക? ഇത് എത്ര ഡിഗ്രിയുടെയാണ്? 73.5 ഡിഗ്രിയുടെ. ഇത് ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് F2 = 88 ന്യൂട്ടൺ. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അടുത്തത് F3 എന്ന് പറയുന്നത് എവിടെ ആക്ട് ചെയ്യുന്നു? ഇത് ഇവിടെ വരുന്നത്, BC-യിൽ വരുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുക, ഇങ്ങനെ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ച് എടുത്തുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് എന്നിട്ട് എടുക്കുക. ഇത് പോയിന്റ് കയറ്റി വെച്ചു, നേരെ എടുത്തു, ഇവിടെ കൊണ്ടുപോയി വെച്ചു. പോയിന്റ് തൊട്ടു, നേരെ എടുത്തു. ആരെ അങ്ങോട്ടാണ്? മണ്ടയ്ക്കോട്ടാണ്. പേരെന്താണ്? F3 ആണ്. എത്രയാണ് F3 എന്ന് പറയുമ്പോൾ 158 ന്യൂട്ടൺ. എന്നിട്ട് ഇതെല്ലാം സെയിം അല്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണെങ്കിലും എടുത്താലും മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും ഇങ്ങനെ മതി, ഓരോന്നിനും അങ്ങോട്ട് പോകണ്ട. ഇത് എത്ര ഡിഗ്രി ആയിരുന്നു? 55 ഡിഗ്രി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വെച്ചെടുക്കാവോ? എടുക്കാൻ പാടില്ല, ഇങ്ങനെ വെച്ച് വേണം എടുക്കാം. കാരണം ഒരു വീൽ പുറത്തേക്ക് ഇറങ്ങിയിരുന്നാലും അത് അതിൻ്റെ ഒരു പാരലസം തെറ്റിക്കും. റോളർ സ്കെയിൽ മസ്റ്റാണ്. നിങ്ങൾ 5 മോഡലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത്. ഈ പോയിന്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഹൊറിസോണ്ടലും കൂടെ കംപ്ലീറ്റ് ആക്കി. വേറെന്തോന്നു? 42 ഡിഗ്രി ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. F4 = 66 ന്യൂട്ടൺ.
അപ്പോൾ അങ്ങനെ കോൺഫിഗറേഷൻ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫോഴ്സ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ശരി, ഒരു കേസ് പറയാം. നമ്മൾ മറ്റേത് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ആണല്ലോ ടോർക്ക്, നമ്മൾ ടോർക്ക് മാർക്ക് ചെയ്തു. ഇവിടെ ടോർക്കുണ്ട്, ഈ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു അപ്ലൈഡ് ഫോഴ്സേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട്, അതായത് ഇവിടെ മാത്രമേ അപ്ലൈഡ് ഫോഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അത് 4 ബാറിൻ്റെ ഒരു ഫോഴ്സ് വൺ അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ ഉള്ള കണക്ക് ചെയ്തില്ലേ ബേസിക് ചോദ്യം, അത് ചെയ്ത പോലെ ഇത് ചെയ്യും. ചെയ്ത് എന്തോന്ന് കണ്ടുപിടിക്കും, ഒരെണ്ണത്തിൻ്റെ അത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ മാറ്റി വെക്കും. അതിനുശേഷം ഇതില്ല, അതായത് ഈ 2 അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യും. അതിനുശേഷം അതിന് കിട്ടുന്ന ഉത്തരം അതിനെ മാറ്റി വെക്കും. ഞാനിപ്പോൾ 2 ഉത്തരമായി. അതിനുശേഷം ഇതും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ടോർക്ക് കിട്ടും. അപ്പം അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എന്തൊന്നായി, ഇപ്പം 3 ഉത്തരമായി. എന്നിട്ട് ഈ 3 ഉത്തരം കൂടെ കൂട്ടാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഇവിടെ ആകുന്ന ടോർക്ക് നമുക്ക് കിട്ടും. അതാണ് സംഭവം. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്ത് ആദ്യം എഴുതേണ്ടത്, ഒന്നെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരച്ച് ചെയ്യാം. ഒരു കോൺഫിഗറേഷൻ ആദ്യം വരച്ചു, ഇതും ഇല്ലാതെ വരച്ചു. ഇതും ഇല്ലാതെ നിങ്ങൾ ഇതിവിടെ മാത്രം വെച്ചുകൊണ്ട് വേണമെങ്കിൽ വരച്ചിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യുക. എന്നിട്ട് അടുത്തതിനകത്ത് ഒന്നും കൂടെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക, ഇതും ഇല്ലാതെ വെച്ച് അങ്ങനെയും ചെയ്യും. എന്നിട്ട് മൂന്നാമത്തെ കോൺഫിഗറേഷൻ ഡയഗ്രാം ഇത് 2 ഇല്ലാതെ ബാക്കി എല്ലാം ഉള്ളതുപോലെ വെച്ചുകൊണ്ട് ഈ അപ്ലൈഡ് ഫോഴ്സ് ഇതും കാണിച്ചുകൊണ്ട് അങ്ങനെയും വരയ്ക്കും. പക്ഷെ അതിന് ഒരുപാട് ടൈം ആവും. ഒരു പേപ്പറിൽ തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, 3 പേപ്പറിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു പേപ്പറിൽ നിന്ന് ഇനിയൊരു പേപ്പറിലേക്ക് പോകുമ്പോൾ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ, കോൺഫിഗറേഷൻ ഡയഗ്രാം ആ പേപ്പറിൽ ഇരുന്നാൽ മാത്രമേ പാരലലെടുത്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം കോൺഫിഗറേഷൻ ഡയഗ്രാം ഇവിടെയും പാരലലെടുത്ത് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് പാടുന്നത് മാത്രമല്ല, അത് അത്രയും കറക്റ്റായിട്ട് അത് കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ പേപ്പർ ആയതുകൊണ്ട് ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഒരു ബുക്ക് ആണെങ്കിൽ ഒരു പേജ് ഇങ്ങനെ ഇരിക്കുന്നു, ഇനിയൊരു പേജിലേക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വരയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോ കാര്യം എന്താണെന്ന്? ശരി, അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം നമ്മൾ ഇപ്പോൾ 3 സംഭവമല്ലേ ഉള്ളത്. അപ്പോൾ 3 കണക്കായിട്ടല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 കണക്ക് ഇത് 2 ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ചെയ്യും. എന്നിട്ട് ഇത് 2 ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് 3. അപ്പോൾ 3 കണക്ക്. അപ്പം നമ്മളിതിനെ എഴുതണം സബ് പ്രോബ്ലം 1 എന്ന് പറഞ്ഞ് എഴുതണം. സബ് പ്രോബ്ലം 1 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയണം സബ് പ്രോബ്ലം 1 എന്തോന്നാണ്, കൺസിഡറിങ് ഫോഴ്സ്. ആദ്യം ഞാൻ ഈ സൈഡ് മാത്രം ഇതിന് മാത്രം കൺസിഡറിങ് ഫോഴ്സ് F4 മാത്രം ഉണ്ടെന്ന് ഞാൻ കൺസിഡർ ചെയ്യുക. ആൻഡ് നെഗ്ലക്റ്റിംഗ് ദ ഫോഴ്സസ് ഏതൊക്കെയാണ്, F3യും F2വും. അതല്ലേ അതിൻ്റെ പേരുകൾ. ഫോഴ്സസ് F2 ആൻഡ് F3 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അതായത് അതിൻ്റെ അടുത്ത് തന്നെ ആദ്യത്തെ കണക്ക് ഞാൻ ചെയ്യാൻ നേരത്ത് ഇതും ഇല്ല, ഇതും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. എങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അത് ചെയ്ത് നമ്മൾ എടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഫോഴ്സ് ഇത് കൊടുക്കണ്ടേ. ഇപ്പോൾ AD ഫിക്സഡ് ആണ്. ഇതിനകത്ത് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൻ്റെ അകത്ത് ഇത് കൊടുക്കാൻ വിട്ടുപോയി. ഇങ്ങനെ പുല്ല് വരയ്ക്കാൻ വിടരുത്, അത് എഴുതിയേക്കണം. ശരി, ഇതിനെ നമ്മൾ 1 കൊടുത്തു, ഇതിന് 2 കൊടുത്തു, ഇതിന് 3 കൊടുത്തു. ഇതൊക്കെ എല്ലാ കേസിലും സെയിം ആണ്. എന്നിട്ട് ഇതിൻ്റെ പേരെന്തെന്ന് കൊടുത്തു, F12, ഇതോ F32, F23, F43, F34. ഇതെങ്ങനെ പേര് കൊടുക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു. ശരി, 34 അയൽവക്കം, പിന്നെ നമ്മൾ 14. ആ ഒരു രീതിയിൽ 4 എഴുതി. ഇത് എഴുതത്തില്ല കാരണം ഇത് ഫിക്സഡ് ആണ്. ഓക്കെ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഈ കണ്ടീഷൻ വന്നു. ഇപ്പം ഇത് 2 ഇല്ല. അപ്പോൾ എങ്ങനെയാണ്, ഇതിന് 2 ഫോഴ്സും ഒരു ടോർക്കും ഉണ്ട് നോർമലി. ഇതിന് 2 ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിന് 2 ഫോഴ്സും ഒരു അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. ഓക്കെ അല്ലേ? അത്രയും ഓക്കെ അല്ലേ? ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ മിനിമം ഫോഴ്സ് ആയിട്ടുള്ളത് ഇതാണ്. ഇതിനെടുക്കും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം പറഞ്ഞെടുത്തു.
അത് നമ്മൾ എന്തോന്ന് ചെയ്യണം, ഇതിനെ എടുത്തിട്ട് നേരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കുക. ഞാൻ ജസ്റ്റ് കുറച്ച് കയറ്റി വരയ്ക്കുകയാണ് എല്ലാത്തിനും കൂടെ സ്ഥലം തികയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എത്രയായിരുന്നു, 726 ഡിവൈഡഡ് ബൈ 100 7.26 അല്ലേ. 1 2 3 4 5 6 7. ഓക്കെ, എന്നിട്ട് സ്കെയിലും കൊണ്ട് ഇതും കൂടെ കൊടുത്തേക്കാം, മറ്റേ ലൈൻ ഓഫ് ആക്ഷനും കൂടെ ഇങ്ങനെ കൊടുത്തേക്കുക. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് പക്കയായിട്ട് സമാധാനത്തിൽ സ്പീഡിൽ വരച്ചാൽ. എന്നിട്ട് ഇതിനെ F23 എന്നും കൊടുത്ത് അതിൻ്റെ ഫോഴ്സും എഴുതി വെച്ചു. ശരി, അപ്പം റെഫറൻസ് പോലെ അത് എഴുതി വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് അപ്ലൈഡ് ഫോഴ്സ് എടുക്കണം. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡിന് എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചെയ്തു, ഇതിന് ഞാനിങ്ങനെ മെഷർ ചെയ്തു. ഇത് എത്രയായിരുന്നു, 617. അപ്പോൾ 6.1 അല്ലായിരുന്നു, 6.1. അതെടുത്ത് ഞാനിവിടെ വരയ്ക്കണം. ഞാൻ ഏതായാലും ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. 6.16 ഞാനിപ്പോൾ എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങോട്ട് വരയ്ക്കാൻ നേരത്ത് ഇവിടെ നിന്ന് തുടങ്ങാം. 1 2 3 4 5 6 6.16 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇത് വരച്ചു. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇത് ചെയ്യണം. ഇത് എത്രയായിരുന്നു, ഈ ഒരു ദൂരം 410 എന്ന് പറയുമ്പോൾ 4.1 താഴേന്ന് എടുത്തു ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെയാണ് ഞാനിതിൻ്റെ ആ ഫോഴ്സ് കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതിന് പേര് കൊടുക്കണ്ടേ, C, ഇതിന് D, പിന്നെ F34ഉം F14. അതിപ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതും കൂടെ വരച്ചിട്ട് കൊടുക്കാം, സമയങ്ങളാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ചെയ്തു, ഇതിനെടുത്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഫോഴ്സ് വരച്ചു. ഇത് വരയ്ക്കുന്നതൊക്കെ എന്നൊക്കെയാണ് വരയ്ക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഫോഴ്സ് തന്നിരിക്കുന്ന ഫോഴ്സ് ഇതിങ്ങനെ വരച്ചു, ചുമ്മാ ഇങ്ങനെ മണ്ടയ്ക്കോട്ടും ഇങ്ങോട്ടായിട്ട് വരച്ചു. ഇതിൻ്റെ ഡയറക്ഷൻ മണ്ടയ്ക്കോട്ടാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനിയിപ്പം നമ്മൾ റെഫറൻസ് എടുത്ത സാധനത്തിനെ കൊണ്ടുവന്ന് വെച്ച് മണ്ടയ്ക്ക് വരയ്ക്കണം. ഇത് നിങ്ങൾ വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് കത്തത്തുള്ളൂ. ഇങ്ങനെ കൊടുത്തപ്പോൾ ഇതൊന്നും കൂട്ടുമുട്ടുന്ന ഈ പോയിൻ്റാണ് സംഭവം. ഇത് നമുക്ക് F4 = 66 ന്യൂട്ടൺ. ഇത് എന്തോന്നാണ്, F34 ആണല്ലേ, F34 ആണിത്. പിന്നെ ഇപ്പോൾ ഇതൊന്നും കൂടെ കൂട്ടിമുട്ടിക്കണ്ടേ, ഈ മിച്ചമുള്ള ഇതിനെയും കൂടെ കൂട്ടിമുട്ടിച്ചു. ഇതെന്തോന്നാണ്, F14. ഈ സൈഡിൽ എടുത്തിരിക്കുന്നത് F14. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്തോന്ന് ചെയ്യണം, ഇപ്പം ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുന്നു. അപ്പം നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരച്ചു. വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ ചെയ്യേണ്ട സ്കെയിൽ 66 ന്യൂട്ടൺ. അപ്പോൾ ഞാൻ അതിനെങ്ങനെ 6.6 എന്ന് എടുക്കാമെന്നോ. അപ്പം 1 സെൻറ്റിമീറ്റർ = എത്ര, 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞെടുത്തു. അപ്പം 66 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പം 6.6 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം കേട്ടോ. ഇനി ഞാനിതിനിങ്ങനെ എടുത്തു, താഴെ കൊണ്ടുപോയി വെച്ചു. താഴെ കൊണ്ടുപോയി വെച്ചു. 6.6 എടുക്കാൻ പോവാം. 1 2 3 4 5 6 6.6 എടുത്തു. ഇതിൻ്റെ ഡയറക്ഷൻ മണ്ടയ്ക്കോട്ടാണ്. F4 എന്ന് പറഞ്ഞ് കൊടുത്തു. F4 66 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ എന്തോന്നാണ്, ബാക്കി രണ്ടെണ്ണത്തിന് റോൾ ചെയ്ത് കൊണ്ടുവന്ന് വരയ്ക്കുക. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ പിടിച്ചു, പിന്നെ റോൾ ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പോകും. ഇനിയിപ്പോൾ അടുത്തത് മിച്ചമുള്ളത് ഏതാണ്, ഇതാണ് F14, ഇതാണ് F34. ഫോഴ്സിനെ മാത്രം എടുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇതിനിങ്ങനെ വെച്ചു. റോളർ ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് സ്ലൈഡ്. അപ്പം ഇതാണ് എന്തോന്ന്, ഈ വരച്ചതാണ് F14, ഈ വരച്ചതാണ് F34. സംഭവം കിട്ടി. ഇത് ഇങ്ങോട്ടായതുകൊണ്ട് ഇത് ഇങ്ങോട്ട്. അപ്പോൾ അത് ആ ഒരു സർക്യൂട്ട് ക്ലോസ് ആയില്ലേ, പക്കായില്ലേ. ഇനിയിപ്പം ഇത് കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിനിപ്പോൾ അളക്കുക. ഇനിയിപ്പോൾ അളക്കാൻ നേരത്തെ എനിക്ക് 3.6 എന്ന് പറഞ്ഞ് കിട്ടി. 3.6 × 10 ചെയ്യുക.
3.6 ഇൻറ്റു 10 എത്ര വരും? 36 ന്യൂട്ടൺ. അതുപോലെ ഇവിടെ എടുക്കുക, എത്ര വരും? 3.9 എന്ന് പറഞ്ഞു വരും. അപ്പം 3.9 ഇൻറ്റു സ്കെയിൽ ചെയ്യുക, അപ്പം 39 ന്യൂട്ടൺ. അപ്പോൾ അത് രണ്ടെണ്ണം എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യുക? ഈ സൈഡിലേക്ക് വരിക. ഈ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിനെ എടുത്തു. ഇത് എത്രയായിരുന്നു? 5.5 സെൻറ്റിമീറ്ററിലായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മറ്റേത് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഞാൻ എടുത്തു, ഇങ്ങോട്ട് വന്നു. ജസ്റ്റ് ഇവിടെ തന്നെ ഞാൻ വരയ്ക്കുവാണ്. 1, 2, 3, 4, 5, 5.5. ഓക്കെ, 5.5 വരച്ചു. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ? റെഫറൻസ് എടുത്ത സംഭവം എടുത്ത് പാരലൽ വരയ്ക്കണ്ടേ? ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ എടുത്ത് വെച്ചു, ഇങ്ങനെ വെച്ചു. ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് വരച്ചു, പാരലൽ വരച്ചു. അതുപോലെ തന്നെ അതങ്ങനെ അതേ ലൈനിനെ തൊട്ട് താഴെയും കൂടെ പാരലൽ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ഒരു പോയിന്റ് വെച്ചു. പെർപെൻഡിക്കുലർ എടുക്കണ്ടേ? പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി എടുത്തു. മുട്ടിച്ചു. ഇതാണ് H. ഇതിന് എത്രയെന്ന് പറഞ്ഞാൽ അളന്നു. അന്നപ്പോൾ എത്ര കിട്ടി? 4.1 എന്ന് പറഞ്ഞ് കിട്ടി. 4.1 സെൻറ്റിമീറ്ററാണ്. അതിന് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 100 2.041 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും H. ഇനിയിപ്പം ഇതല്ലേ നമ്മൾ എടുത്ത് വരച്ചത്, അതിന് നമ്മൾ ബെയറിംഗ് അളവ് കൊടുക്കണ്ടേ? അപ്പം ഇത് F32, ഇത് F12. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ എഴുതാൻ നേരത്ത് ഡയറക്ഷൻ കൊടുക്കണം അല്ലേ? ഡയറക്ഷൻ കൊടുക്കാൻ നേരത്ത് ഇത് അങ്ങോട്ട് വരും. F എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. F34 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ താഴോട്ട്. അപ്പം ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് പുറത്തേക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് പുറത്തേക്കാണ്. ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇത് ഇങ്ങനെ, ഇപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുക. ഇതിനെ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടോ പോകുന്നെങ്കിൽ ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി, ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഇക്വേഷൻ എടുത്തിടത്തില്ലേ? ഞാൻ ഇതിൽ തന്നെ ജസ്റ്റ് എഴുതുവാണ്, സ്ഥലമില്ലല്ലോ, ബാക്കിയും കൂടെ ചെയ്യണ്ടേ. അപ്പം എന്നാ കപ്പിൾ ഈക്വൽ ടു F ഇൻറ്റു H. F എന്ന് പറയുന്നത് F32 ഇൻറ്റു H. അപ്പം F32 ഈക്വൽ ടു ഇതിൽ F32 ഈക്വൽ ടു എന്തോന്നാണ്? F34 ആണ്. F34 ആണ്. അപ്പം 36 ന്യൂട്ടൺ ഇൻറ്റു H എന്ന് പറയുന്നത് 0.041. അപ്പോൾ എത്ര വരും? 36 ഇൻറ്റു 0.041 എത്ര വരും? 1.476 എന്ന് പറഞ്ഞ് വരും. 1.476 എന്തോന്നാണ്? ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും കപ്പിള്. ഡയറക്ഷൻ ഇത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എങ്ങനെ വരും? ടോർക്ക് T1 എന്ന് പറഞ്ഞെടുക്കാം. കാരണം മൊത്തം 3 എണ്ണമല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോർക്ക് T1 എന്ന് നമ്മളിപ്പോൾ ഇതിനെ പറയുന്നത് 1.476 ആണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, 1.476 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ സബ് പ്രോബ്ലം 1 കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്നാണ് ഇതിൻ്റെ സബ് പ്രോബ്ലം 2 വേറെ പേപ്പർ ചെയ്യാമല്ലേ? ഇങ്ങനെ വെച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കയറ്റി വെച്ച് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു പേജ് നിന്നില്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്നത് ആ ഒരു കോൺഫിഗറേഷൻ ഡയഗ്രാം അതിൻ്റെ മാത്രം. ഇപ്പം ഇത് രണ്ടെണ്ണം ഞാനിപ്പോൾ ഈ പേജ് വരച്ചുകൊണ്ടിരിക്കട്ടെ, ബാലൻസ് വരുന്ന ഇത് ഒരെണ്ണമായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എടുക്കാൻ നേരത്ത് ഈ 2 സാധനങ്ങളും വരച്ച സമയം കളയണ്ട, ഇത് മാത്രം വരച്ചിട്ട് കാണിച്ചാലും മതി. ഓക്കെ, അടുത്ത എന്തോന്ന് എഴുതണം? സബ് പ്രോബ്ലം 2. സബ് പ്രോബ്ലം 2 എന്തോന്നാണ് കണ്ടീഷൻ? കൺസിഡറിങ്. ഇനിയിപ്പോൾ ഈ ഫോഴ്സ് മാത്രം എടുക്കാം. കൺസിഡറിങ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ വരേണ്ടത്. ആദ്യം ഇത് ചെയ്തു, ഇനി ഇത് ചെയ്ത്, ഇങ്ങനെ വരാം. കൺസിഡറിങ് ഫോഴ്സ്
F3 കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നെഗ്ലക്റ്റിംഗ് ഏതിനൊക്കെ? നെഗ്ലക്റ്റിംഗ് ദ ഫോഴ്സസ് ഏതൊക്കെയാ? ഇതും F4ഉം F2ഉം. നെഗ്ലക്റ്റിംഗ് ദ ഫോഴ്സസ് F2 ആൻഡ് F4 എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചേക്കുക. ഓക്കെ, ഇനിയിപ്പം നോർമലി ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു. കോൺഫിഗറേഷൻ ഡയഗ്രാം ഓൾറെഡി വരച്ചല്ലോ നമ്മൾ, വരച്ചിട്ടാണ് ഇത് കണ്ടീഷൻ എഴുതുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം. ശരി, ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാൻ നേരത്ത് ആദ്യം ഏത് എടുക്കണം? റിഫറൻസ് ആയിട്ടുള്ള സാധനം എടുക്കണം. അതെങ്ങനെ എടുക്കും? അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ ടോർക്കുണ്ട്, 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇവിടെയുമാണ് ഇല്ലാത്തത്. അപ്പം ഇവിടെ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സും ഒരു ടോർക്കും ഉണ്ട്. ഇവിടെ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സും ഒരു അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. ഇവിടെയാണ് എന്തോന്നില്ലാത്തത്? 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് മാത്രം ഉള്ളത്. അപ്പം ഇതിനെ വേണം നമ്മൾ ഇങ്ങോട്ട് എടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ഇതിനെ വേണം എടുത്ത് വരയ്ക്കാം. കാരണം മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഏതാ? ഇതാണ്. ഇപ്പം ഇത് നമ്മൾ മറച്ചു വെക്കാൻ നേരത്ത് ഇതിൻ്റെ കേസ് വരാൻ നേരത്ത് ഇത് അപ്ലൈഡ് ഫോഴ്സ്, ഇത് ടോർക്കുള്ള ലിങ്ക്, മിനിമം ഉള്ളത് ഈ ഒരു ലിങ്ക്. അപ്പോൾ ഇതിനെ കയറ്റി നമ്മൾ പാരൽ എടുത്ത് വെച്ച് വരയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് നമുക്ക് പോവായിരിക്കും. പക്ഷേ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇതിനെടുത്തിട്ട് ഇത് എത്രയായിരുന്നു? 6.16 അല്ലായിരുന്നോ? അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ എടുത്തു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കണം. ഞാൻ ജസ്റ്റ് മണ്ടക്കോട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പം 1, 2, 3, 4, 5, 6 6.16. ഓക്കെ, എന്നിട്ട് മണ്ടക്കോട്ട് ഒരു 3 കുത്ത്, ഇട്ടൊരു 3 കുത്ത്. എന്നിട്ട് ഇനിയിപ്പോൾ പേര് കൊടുക്കണം. പേരെന്ന് പറയുന്നത് ഇതിൻ്റെ പേര് എന്തോന്ന്? C, താഴത്തെ D. പേര് F34, F14. ഇതൊരു റെഫറൻസ് പോലെ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഏതാണ്? ഇതാണ്. അപ്പോൾ BC എടുത്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ BCനെ എടുത്ത് മെഷർ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, BCനെ എടുത്ത് മെഷർ ചെയ്ത് വരയ്ക്കണം. BCനെ മെഷർ ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ എടുത്തു, അറ്റ് പാരൽ കൊണ്ടുപോയി വെച്ചു, റോൾ ചെയ്തു, ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഇത് എത്രയായിരുന്നു? 7.26 എടുത്തോളം വരയ്ക്കാം. 1, 2, 3, 4, 5, 6, 7 7.26. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ പേര് കൊടുത്തു BC. ഫോഴ്സ് F23, പിന്നെ F43 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 327. അപ്പം ക്വസ്റ്റ്യനുണ്ട്. അപ്പം 327 എന്ന് പറയുമ്പം 3.27 ഇവിടെ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ നിന്ന് വേണം വെച്ചെന്തോന്ന് വരയ്ക്കാൻ? നമ്മൾ ഫോഴ്സ് കയറ്റി വരയ്ക്കാം. ഓക്കെ, ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് ഞാൻ എന്തുകൊണ്ട് കൊടുത്തു? F എന്ന് കൊടുത്തു. F ആണല്ലോ. ഇനിയിപ്പം ഇതിനിങ്ങനെ എടുത്തു, പാരൽ വെച്ചു, ഇങ്ങനെ വെക്കാം. ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പം ഇത് പാരൽ കൊണ്ട് വെച്ച് വരയ്ക്കണം. ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഇത് മണ്ടക്കോട്ട്. ഇനിയിപ്പോൾ ബാലൻസ് വരുന്ന ഇതെന്ന് പറയുന്നതിനെ ഇങ്ങോട്ടേക്ക് മുട്ടിച്ചു. ഓക്കെ, ഫോഴ്സിൻ്റെ ഇത് ഇങ്ങോട്ട് നമ്മളിങ്ങനെ വരച്ചു, ബാലൻസ് ഉള്ളതിനെ റോൾ ചെയ്ത് വരച്ചു. അപ്പോൾ എനിക്ക് ഇതെന്തോന്ന് കിട്ടി? F23 ആണെന്ന് കിട്ടി. ഇതെന്തോന്നാണ്? F3. ഇതെന്തോന്നാണ്? F43. ഓക്കെ, സെറ്റ്. അപ്പോൾ ഈ സാധനം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് F3 എത്രയാണെന്ന് അറിയാം? 158 ന്യൂട്ടൺ. ഇനിയിപ്പോൾ ഇത് വെച്ച് നമ്മളൊരു വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് എഴുതുന്നു വെക്റ്റർ
ഡയാഗ്രാം എന്ന് പറഞ്ഞ് വരച്ചു. സ്കെയിൽ കൊടുക്കണ്ടേ? സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = 158 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് എത്ര വരും? 7.9 വരുന്നു. അതുപോലെ 7.9. അപ്പം 1 സെൻറ്റിമീറ്റർ എത്രയാണ്? 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു. 1 സെൻറ്റിമീറ്റർ 20 ന്യൂട്ടൺ. ഇനി എടുത്തിട്ട് ഇവിടെ നിന്ന് 7.9 വരയ്ക്കുക. 7.9 എടുത്ത് വരച്ചു. ഡയറക്ഷൻ ഇങ്ങോട്ട്. F3 ആണ് ഇതിൻ്റെ പേര്. 158 ന്യൂട്ടൺ ആണ്. റോൾ ചെയ്ത് വരച്ചാൽ പോരെ. F23 ഡയറക്ഷൻ അറിയാം. ഏതെങ്കിലും ഒരു പോയിന്റ് ടച്ച് ആവുന്ന പോലെ വരയ്ക്കുക. ഇതിങ്ങനെ മണ്ടക്കോട്ടല്ലേ, മുകളിലോട്ട് ജസ്റ്റ് റോൾ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കിട്ടുന്ന പോയിൻ്റാണ്. ഇതാണ് F43. ഇതാണ് എന്തോന്ന്? F23. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് മെഷർ ചെയ്യാമല്ലോ. സ്കെയിലെടുത്തു, മെഷർ ചെയ്തു. 2.6 എന്ന് പറഞ്ഞു. 2.6 × 20. അതുപോലെ ഇത് എത്ര വരും? 6.2 × 20 എത്ര വരും? 6.2 × 20 124 എന്ന് പറഞ്ഞു വരും. 124 ന്യൂട്ടൺ. അതുപോലെ 2.6 × 20 എന്ന് പറയുമ്പോൾ 52 എന്ന് പറഞ്ഞു വരും. 52 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടി. ഇനിയിപ്പോൾ എന്നാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ടോർക്കുള്ള വശം എടുക്കുക. ടോർക്കുള്ള വശം എന്ന് പറയുമ്പോൾ ഇത്, അതിനെ എടുത്ത് കറക്റ്റായിട്ട് വരയ്ക്കുക. ടോർക്കുള്ള ലിംഗം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിനിങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. ഇവിടെ 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 വരയ്ക്കുകയാണെങ്കിൽ ഇത് എത്രയായിരുന്നു? 5.5 ഇല്ലായിരുന്നു. അപ്പം 1 2 3 4 5 5.5 വരച്ചു. റെഫറൻസ് എടുത്ത സാധനത്തിന് പാരലൽ വരയ്ക്കുക. ഇതാണ് റെഫറൻസ് എടുത്തത്. ഓക്കെ, ഇതാണ് റെഫറൻസ് എടുത്തത്. ഇതിനെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഒരു പോയിന്റ് എടുത്തു. 90 ഡിഗ്രി നോക്കി പെർപെൻഡിക്കുലർ എടുത്തു. 90 ഡിഗ്രി വെച്ചു. ഇതും കൂടെ മുട്ടിക്കുന്ന ഇതാണ്. വെച്ച് വെച്ച് എത്രയാണ് അളക്കണം. പിന്നെ ഇതിൻ്റെ പേര് കൊടുക്കണമായിരുന്നല്ലോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബി, ഇത് എ. എന്നിട്ട് അത് നമ്മൾ റെഫറൻസ് എടുത്ത് കൊടുത്തത് പെർപെൻഡിക്കുലർ വരച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഫോഴ്സും കൂടെ. ഫോഴ്സ് എന്താണ്? ബിൻ്റെ ഇവിടെ ഉള്ളത് F32, ഇവിടെ ഉള്ളത് എന്തോന്നാണ്? F12. ഓക്കെ, F12 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ H അളക്കണ്ടേ? H അളക്കാം. 3.55 ആണെന്ന് വിചാരിക്കാം. 3.55. അപ്പോൾ ഞാൻ 3.55 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണം. അപ്പം 100 അപ്പം 0.0355 മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ ഡയറക്ഷൻ നോക്കണം. ഡയറക്ഷൻ കിട്ടില്ലല്ലോ. ഡയറക്ഷൻ നോക്കണ്ടേ? ഇതിങ്ങനെ ഇത് ക്ലോസ്ഡ് ആയല്ലോ. ഇത് ക്ലോസ്ഡ് ആയി. ഇനിയിപ്പം ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കണം. F43 എന്ന് പറയുന്നത് F32. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വരും. ഓക്കെ, ഇത് ഇങ്ങോട്ടും വരും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ക്ലോക്ക് വൈസ് ആണ്. ഇത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാമല്ലോ. എന്താണ് എഴുതാം? കപ്പിൾ എന്ന് പറയുന്നത് F × H ആണ്. F എന്നിവിടെ നമ്മൾ പറയുന്നത് F32 × H ആണ്. F32 എന്ന് പറയുന്നത് F23 ആണ്. അപ്പോഴത്തേക്കും F23 ഡയറക്ഷൻ നമുക്ക് എത്ര എന്ന് പറഞ്ഞ് കിട്ടി? 124 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം അത് × H ചെയ്യുക. അപ്പം 124 ന്യൂട്ടൺ × H എന്ന് പറയുന്നത് എത്രയാണ്? 0.0355 മീറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പം 124 × 0.0355 എന്ന് പറഞ്ഞ് വരും. =
4.402 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഡയറക്ഷൻ ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ടോർക്ക് എന്ന് പറയുമ്പം 4.402 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ നമ്മൾ ഇതും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, എപ്പോഴും ടോർക്കുള്ള സൈഡിലെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ അതിന് ഇത്രയും സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അടുത്ത കണ്ടീഷൻ എഴുതുന്നത് എന്തോന്നാണ്? സബ് പ്രോബ്ലം. ഓക്കെ, സബ് പ്രോബ്ലം ഏതാ? 1, 2, 3 മൂന്നാമത്തെ എന്തോന്നാണ്? കൺസിഡറിങ് ഫോഴ്സ്. ഏത് ഫോഴ്സാണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത്? F2 ആണോ, F3 ആണോ, F4 ആണോ? F2. ഇത് രണ്ടെണ്ണം കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പം കൺസിഡറിങ് ഫോഴ്സ് F2നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് നെഗ്ലക്റ്റിംഗ് ഏതാണ്? ഏതിനൊക്കെയാണ് നെഗ്ലക്റ്റ് ചെയ്യേണ്ടത്? F3ന് F4. നെഗ്ലക്റ്റിംഗ് ഫോഴ്സസ് F3 ആൻഡ് F4. ഓക്കെ, അങ്ങനെ പറഞ്ഞ് എഴുതുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനെ നമ്മൾ എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് നേരെ വരയ്ക്കുന്നു. വേറെ ബാക്കി ഫ്രീ ബോഡി മറ്റേത് റഫ് അങ്ങനെയൊന്നും വരച്ചുകൊണ്ടൊന്നും നിൽക്കണ്ട. ഓക്കെ, അപ്പം ഏത് ലിങ്കാ? ടോർക്കിൻ്റെ ലിങ്ക് എടുക്കുന്നു, കറക്റ്റ് വെക്കുന്നു. എത്ര 5.5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു. 1, 2, 3, 4, 5, 5.5 5.5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ ഇതിന് പേര് കൊടുക്കണം. പേരെന്തോന്നാണ്? എ. പണ്ടക്കത്തിൻ്റെ പേര് ബി. ഫോഴ്സിൻ്റെ പേരോ? F32 F12. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോഴ്സില്ലേ, ഈ ഫോഴ്സിനെ നമ്മളെടുത്ത് നേരെ എടുത്ത് ഇതിന് പാരലൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അതേ സംഭവം എൻ്റെ തൊട്ട് താഴെ കൊണ്ടുവരും. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മൾ അങ്ങോട്ട് വരച്ചത്. ഇതിങ്ങോട്ടാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങോട്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും പോയിന്റ് വെക്കുക, 90 ഡിഗ്രി എടുക്കുക. എടുത്തു. ഇനി ഇതൊന്നും കൂടെ കൂട്ടി പിടിക്കുക. അതാണ് എന്തോന്ന് H. ഇത് 90 ഡിഗ്രിയാണ്. ഇനി H അളക്കുക. എത്ര കിട്ടും? എനിക്കിപ്പം ഒരു 4.1 കിട്ടുന്നതെന്നിരിക്കട്ടെ. 4.1 സെൻറ്റിമീറ്റർ. അപ്പം കിട്ടുന്ന കിട്ടി. ഓക്കെ, ഇപ്പം F32 ആണിത്, ഇത് F12 ആണ്. ഇത് F32 ആണ്, ഇത് F12 ആണ്. അപ്പം ഇതിൻ്റെ ഡയറക്ഷനും കിട്ടി. ഇതിൻ്റെ ഡയറക്ഷൻ ഇത് ഇങ്ങോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലല്ലേ തള്ളുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തള്ളുന്നത്. അപ്പോൾ കപ്പിളിൻ്റെ ഡയറക്ഷനും കിട്ടി. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാമല്ലോ. ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 88 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. F32 എത്ര തന്നിട്ടുണ്ട്? 88 ന്യൂട്ടണാന്ന് പറഞ്ഞ് നമുക്ക് അതാ പറഞ്ഞാൽ ഈ അവസാനത്തെ ഈ ടോർക്ക് വരുന്ന ലിങ്കിലുള്ളത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക. ഇത് 88 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ F32 = 88 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തോന്ന് കൊടുക്കുക? F × H. എന്തോന്ന്? കപ്പിൾ. F32 × H. F32 എന്ന് പറയുന്നത് 88 ന്യൂട്ടൺ × H എന്ന് പറയുന്നത് 0.041 മീറ്റർ. എന്നിട്ട് 88 × 0.041 ചെയ്യുമ്പോൾ 3.608. ഓക്കെ, 3.608 എന്ന് പറഞ്ഞു വരും. ഇതാണ് എന്തോന്ന്? ന്യൂട്ടൺ മീറ്റർ. കപ്പിളാണ്. ഡയറക്ഷൻ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്.
അപ്പം ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്ന സാധനം സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ. ടോർക്ക് എന്ന് പറയുന്ന സാധനം എത്ര പറ്റും? 3.608 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ കിട്ടും. ഓക്കെ, ശരി. ഇവിടെ ഞാൻ ടോർക്കിനെ T1 എന്ന് എടുത്തു. സബ് പ്രോബ്ലം 2-ൽ കിട്ടിയതിനെ ടോർക്ക് T2 എന്ന് എടുത്തു. സബ് പ്രോബ്ലം 3-ൽ കിട്ടിയതിനെ T3 എന്ന് പറഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പം ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത്, അതായത് 3 ഫോഴ്സും കൂടെ ചേർത്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എത്രയാണ്? ടോർക്ക് 1 പ്ലസ് ടോർക്ക് 2 പ്ലസ് ടോർക്ക് 3. ഇനി ക്ലോക്ക് വൈസിനെല്ലാം പോസിറ്റീവ് എന്ന് എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിനെല്ലാം മൈനസ് എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ, ക്ലോക്ക് വൈസിനെ പോസിറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് എന്നും എടുക്കുക. ഓക്കെ, ശരി. അപ്പോൾ T1 എന്ന് പറയുന്നത് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നു. അപ്പം മൈനസ് എത്രയാണ്? 1.476 മീറ്റർ എന്ന് പറഞ്ഞു വരും അല്ലേ? ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു വരും. അതെ. പ്ലസ് T2 എന്ന് പറയുന്നത് ഇതല്ലേ T2, 4.402 കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ മൈനസ് 4.402. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് T3 എന്ത് ചെയ്യും? T3 എന്ന് പറയുന്നത് T3 എന്ന് പറയുന്നത് ഇത്. അപ്പോൾ പ്ലസ് എന്തോന്ന്? T3യുടെ വാല്യൂ ക്ലോക്ക് വൈസ്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക, 3.608 എന്ന് പറഞ്ഞ് എഴുതുക. അപ്പം ഇത് ഇത്രയും ചെയ്യുമ്പോഴാണ് ടോട്ടൽ ടോർക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ നോക്കുക. ഇപ്പം അറിയത്തില്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ബ്രാക്കറ്റിലുള്ളത് പോലെ തന്നെ അടിക്കാം, -1.476. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടു, പ്ലസ് എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടു, -4.402. ഓക്കെ, എന്നിട്ട് പ്ലസ്, പിന്നെ 3.608 ചെയ്യാനായിട്ട് എത്ര കിട്ടും? -2.27 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇതിനർത്ഥം എന്താണ്? 2.27 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ടോർക്ക്. ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് 2.27 ന്യൂട്ടൺ മീറ്റർ ആണ്. മൈനസ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഡയറക്ഷനാണ്? മൈനസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ? അപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 2.27 ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. ഇതിപ്പം 4th മോഡ്യൂളിൻ്റെ സ്ലൈഡർ ക്രാങ്കിൽ ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വന്നാൽ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണിത്. അപ്പം അത് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടോർക്ക് T ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. 4th മോഡ്യൂളിൽ നിന്ന് അതേ ചോദിക്കത്തുള്ളൂ. ടോർക്ക് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. സ്ലൈഡറിൽ ഇവിടെ 5000 ന്യൂട്ടൺ ആണ് ഫോഴ്സ് അപ്ലൈ ആയിരിക്കുന്നത്. ഡയറക്ഷൻ ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ 1000 ന്യൂട്ടൺ ഈ ഡയറക്ഷനിൽ ഇവിടെ ആവുന്നുണ്ട്. ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, 2 അപ്ലൈഡ് ഫോഴ്സ്. ക്രാങ്ക് ആംഗിൾ θ40°. ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഇതാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് പിസ്റ്റൺ ആണ്. അപ്പോൾ ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ 40°. അല്ലെങ്കിൽ IDC എന്ന് പറഞ്ഞാൽ ഇന്നർ ഡെഡ് സെന്റർ, അത് വന്നിട്ട് 40°. ഓക്കെ, അപ്പോൾ ഇത് ഔട്ടർ ഡെഡ് സെന്റർ ആണെങ്കിൽ ഇത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ക്രാങ്ക് എന്ന് പറയുന്നത് 250 mm. ഇത് 250 mm ആണ്. കണക്റ്റിംഗ് റോഡ് 750 mm. AC എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഈ 250 mm കഴിഞ്ഞിട്ടുള്ള ഈ പോയിന്റിലാണ് C വരുന്നത്. ആ സിയിലാണ് ഈ P 1000 ന്യൂട്ടണുള്ള ഈ P ആവുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കോൺഫിഗറേഷൻ ഡയഗ്രാം. എന്നതാണേലും ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എന്നതാണേലും നമ്മൾ ഈ കോൺഫിഗറേഷൻ ഡയഗ്രാമാണ് ആദ്യം. ഓക്കെ, ഇത് സബ് ക്വസ്റ്റ്യൻ 4ാമത്തെ ഡെമോ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇപ്പോൾ ആദ്യം ഞാൻ കോൺഫിഗറേഷൻ ഡയഗ്രാം സ്കെയിൽ ചെയ്യണ്ടേ? സ്കെയിൽ എത്ര? 1 cm = എത്ര എടുക്കാം? 1 cm = ഞാൻ ഇതിപ്പോൾ എത്ര 750 ഒക്കെ അല്ലേ? ഇപ്പോൾ 7.5 ഒക്കെ എടുക്കാം. ഇത് 2.5 ഒക്കെ എടുക്കാം. അപ്പം 1 2 100 mm ആയിട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പം ഡിവൈഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ സ്ലൈഡർ ക്രാങ്ക് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തോന്ന് ചെയ്തു?
ജസ്റ്റ് നേരെ ഒരു ഹോറിസോണ്ടൽ ലൈന് കൊടുത്തു, ഹോറിസോണ്ടൽ ലൈന് ജസ്റ്റ് കൊടുത്തു. ഓക്കെ, എന്നിട്ടിപ്പം ഞാനിപ്പം ഈ ഒരു പോയിന്റ് എടുത്തു, ഇതിന് ഞാൻ O എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പം എന്തൊന്നാണ് 40 ഡിഗ്രി. എന്ന് പറയുമ്പോൾ 40 ഡിഗ്രി. ഓക്കെ, 40 ഡിഗ്രി എടുത്തു. ഇനിയിപ്പം എത്രയാണ് ക്രാങ്ക്? 250 mm. അപ്പം 2.5, 250 ഡിവൈഡഡ് ബൈ 100, അപ്പം 2.5 എന്ന് പറഞ്ഞ് വരും. അപ്പം 2.5 എടുത്ത് വേണം വരയ്ക്കാൻ. അപ്പം 2.5 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 2.5 എടുത്ത് വരച്ചു. അപ്പോൾ ഇതൊന്നാ കിട്ടി, A എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ ഒരു ടോർക്ക് ഉണ്ട്. ഓക്കെ, ഇത് എത്ര ഡിഗ്രി ആയിരുന്നു? 40 ഡിഗ്രി. ഇത് എത്രയായിരുന്നു? 250 mm. ശരി, ഇനി എന്തുവാണ്? എ ബി അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 750. 750 എന്ന് പറയുമ്പോൾ 7.5. 7.5 കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്തു. എയിൽ വെച്ചിട്ട് വരയ്ക്കാം. 7.5. ഓക്കെ, ഇതാണ് പോയിന്റ്. കാണാമോ? ഓക്കെ, കാണാം. ഇതാണ് പോയിന്റ്. താഴെ O ആണ്, ഇവിടെ B എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പം ഇതും കൂടെ കൂട്ടിമുട്ടിക്കുക. ബാക്കി കോൺഫിഗറേഷൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചു. പുല്ല് കൊടുക്കാൻ മറക്കല്ല്, പുല്ല് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും പുല്ല് കൊടുത്തു. ഇനി എന്തോന്നാണ്? A B കൊടുത്തു. ഇനിയിപ്പോൾ ഫോഴ്സ്, ഇതിപ്പം 250 mm എന്നല്ല ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2.5 എടുത്ത് ഇവിടെ ഒരെണ്ണം കൊടുക്കണം. ഇതാണ് ആ പോയിന്റ്. A B C, ഇത് വേണമെങ്കിൽ സി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ഇനി സിയിൽ വെച്ചിട്ട് ഒരു 60 ഡിഗ്രി. മറ്റേതുപോലെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വരയ്ക്കേണ്ടതില്ല, കാരണം അവർ കണക്റ്റിംഗ് റോഡിൽ നിന്ന് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് തന്നെ ഒരു 60 ഡിഗ്രി എടുത്ത് ജസ്റ്റ് ഒരു ഫോഴ്സ് ഇങ്ങനെ കാണിക്കുക. P എത്രയാണ്? 1000 ന്യൂട്ടൺ. എന്നിട്ട് ഇതിൻ്റെ ഇത് 60 ഡിഗ്രി എന്ന് പറഞ്ഞ് കോൺഫിഗറേഷൻ എല്ലാ സംഭവം കാണണം. അത് കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും. ഇത് വന്നിട്ട് എത്രയാണ്? F = 5000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് ഇനിയിപ്പം ഇതിൻ്റെ നീളം കൂടെ എഴുതണ്ടേ? ഇത് മൊത്തം എത്രയായിരുന്നു? ഇത് 750 ആയിരുന്നു. 750 mm ആയിരുന്നു മൊത്തം. 250 ഇവിടെ. അത് എഴുതി, അപ്പോൾ അതൊന്ന് മനസ്സിലാവും. B എഴുതി. ഓക്കെ, ഇതാണ് സൈഡ് പ്ലാൻ. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യണം? ഇനിയിപ്പം ലിങ്ക് മാർക്ക് ചെയ്യണം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ഇനി ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഇത് ഫിക്സഡാണ്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ F അയൽവക്കം നമ്മൾ, പിന്നെ അയൽവക്കം നമ്മൾ, പിന്നെ ഇവിടെ അയൽവക്കം നമ്മൾ. ഇപ്പുറം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, F43 വരും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരും, F34 വരും, F14 വരും. ഓക്കെ, ഇത്രയും വരയ്ക്കാൻ അറിയാം. ഇത്രയും നമ്മൾ വരച്ചു, ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് എഴുതണം. എന്തോന്നാണ്? 2 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണത്തിനെ 2 കണക്കായിട്ട് ചെയ്തിട്ട് ആ 2 കണക്കിൽ നിന്നും കിട്ടുന്ന ടോർക്കിനെ കൂട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ് പ്രോബ്ലം 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സബ് പ്രോബ്ലം 1. എന്തോന്നാണ് കണ്ടീഷൻ? കൺസിഡറിങ് ഫോഴ്സ് F ആൻഡ് നെഗ്ലക്റ്റിംഗ് ഫോഴ്സ് P. ഇതാണ് ആദ്യത്തേത്. അപ്പം നമ്മൾ ആദ്യം ഇനിയിപ്പം ഇത് വരയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ എങ്ങനെ വരയ്ക്കും? ആദ്യം ഇതിനെ കയറ്റി വരയ്ക്കണം. ഇവിടെ ഇതല്ലേ മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്, ഇവിടെ അല്ലേ 2 എണ്ണം ഉള്ളത്. അപ്പം ഇത് എത്രയായിരുന്നു? 750. അപ്പോൾ ഇതിനിങ്ങനെ എടുത്തു. 7.5 സെൻറ്റിമീറ്റർ ആണ്. കറക്റ്റായിട്ട് വെക്കുക. പാരലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ ആയിട്ട് വരയ്ക്കാം. അപ്പം
സ്ഥലം അത്രയും മതി. അപ്പം 1 2 3 4 5 6 7 7.5. ഓക്കെ, എന്നിട്ട് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, ഇതിൻ്റെ പേരെന്തോന്നായിരുന്നു? എ. ഇതിൻ്റെ പേരെന്തോന്നാണ്? ബി. ഇനിയിപ്പം ഫോഴ്സിനെ F23, ഇതൊന്നാണ് F43. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയിപ്പം അടുത്തത് അപ്ലൈഡ് ഫോഴ്സിലേക്ക് വരുന്നു. ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ഇനിയിപ്പോൾ അതിനെ എടുത്ത് വരയ്ക്കണം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എടുത്തു. ഞാനിവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ വരച്ചു. F = 5000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതിനെ പാരലെടുത്തു. എടുത്തിട്ട്, അതായത് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ വരച്ചു. ഓക്കെ, ഇതിൻ്റെ പേര് എന്തോന്നായിരുന്നു? F34. ഈ സൈഡല്ലേ എടുക്കുന്നേ. അപ്പം F എടുത്തു. ഇനി അടുത്തെടുത്തത് F34. ഇനി താഴെയുള്ളത് F14. താഴെയുള്ളതെന്ന് പറയുമ്പോൾ സ്ലൈഡർ ടാങ്കിൻ്റെ കേസിൽ ഞാൻ എപ്പോഴും പറഞ്ഞു, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് എടുക്കാം പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടാണെങ്കിലും എടുക്കാം. ഞാനിപ്പം കഴിഞ്ഞ ബേസിക് കണക്ക് ചെയ്തപ്പോൾ അവിടെ വെച്ച് എടുത്ത കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ വെച്ച് ഇതിൻ്റെ അത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് എടുക്കാം. ഇത് F14, മിച്ചമുള്ളത് F14. അപ്പോൾ ഇത് F14. ഓക്കെ, ഇതെല്ലാം ടുവേർഡ്സ് ദ പോയിന്റ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം 3 ഡയറക്ഷൻ കിട്ടി. ഇപ്പോൾ ഫ്രീ ബോഡി ഡയറക്ഷൻ കിട്ടി കഴിഞ്ഞാൽ എന്തോന്ന് ചെയ്യണം? വെക്റ്റർ ഡയഗ്രാം. ഫോഴ്സല്ലേ ഇരിക്കുന്ന കയ്യിൽ വെക്റ്റർ ഡയഗ്രാം വരച്ചു. സ്കെയിൽ ചെയ്യണ്ടേ? സ്കെയിൽ ചെയ്യണം. വെക്റ്റർ ഡയഗ്രാം. സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എത്രയായിട്ട് എടുക്കാം? 1000 ആയിട്ട് എടുക്കാം. 1000 ന്യൂട്ടനായിട്ട് എടുക്കാം. അപ്പോൾ 5000 / 1000 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തു. ഓക്കെ, ഇതിനെടുത്തു. താഴെ വന്നു ഒരു 5 സെൻറ്റിമീറ്റർ. ഇവിടെ 1 2 3 4 5. ഓക്കെ, ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു. F = 5000 ന്യൂട്ടൺ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? മറ്റേതിനെ റോൾ ചെയ്യുക. ഉണ്ടെന്ന് വെച്ച് വരയ്ക്കുക. അത്ര ഉള്ളൂ. പിന്നെ ഞാൻ റോൾ ചെയ്യും. ഇതിനെ റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനെ വെച്ചു. അടുത്ത അറ്റം മുട്ടുന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കിട്ടിയ പോയിൻ്റാണ് എന്തോന്ന്? പോയിന്റ്. ഇത് F14ൻ്റെ അത്, ഇത് F34ൻ്റെ അത്. ഓക്കെ, ഇനി പിന്നെ ചെയ്യുക? അളക്കാൻ നേരത്ത് 5.1 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എന്താണെന്ന് എഴുതുക? 5.1 ഇൻറ്റു എത്ര? 1000. അപ്പോൾ എത്ര വരും? എനിക്കങ്ങനെ വരും. എനിക്കിത് 1.15 കിട്ടുമെന്ന് വിചാരിക്കട്ടെ. 1.15 സെൻറ്റിമീറ്ററിന് കിട്ടുന്നത് ഇൻറ്റു സ്കെയിൽ ചെയ്യണം. അപ്പോൾ എത്ര വരും? 1750 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇത് 5100 ന്യൂട്ടൺ എന്ന് കിട്ടി. എനിക്കിത് 1150 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ നമ്മൾ ടോർക്ക് ഏത് ലിങ്കിലേക്കാണോ ആ ലിങ്കിലേക്ക് പോകണം. അത് 2.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് എടുത്തു. എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പാടില്ല. ജസ്റ്റ് ഇവിടെ തന്നെ വരയ്ക്കാം. എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യുക? മിനിമം കൺസേൺ, അതായത് ഈ റെഫറൻസ് എടുത്തതിനെ വെച്ച് എന്തോന്ന് ചെയ്യുക? നമ്മൾ പാരൽ വരയ്ക്കണ്ടേ? പാരൽ വരച്ചു. അതുപോലെ വെച്ച് തന്നെ താഴെയും വരച്ചു. ഇനിയിപ്പം 90 ഡിഗ്രി എടുക്കണ്ടേ? ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുത്തു. എടുത്തിട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലറായിട്ട് എടുത്തു. 90. ഓക്കെ, വെച്ച് കിട്ടും. എത്ര കിട്ടും?
എനിക്ക് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. മീറ്ററിലേക്ക് ആക്കണം. അപ്പം 0.002 എന്ന് പറഞ്ഞ എടുത്തില്ലേ, അല്ല 1.02 എന്നേ എടുത്തുള്ളൂ. ഡിവൈഡഡ് ബൈ 100. അപ്പം 1.02 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ പേര് കൊടുക്കണ്ടായിരുന്നോ? ഇതെന്തോന്നായിരുന്നു? O ആയിരുന്നു, ഇത് A ആയിരുന്നു. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇത് F32 ആയിരുന്നു. ഇത് താഴത്തത് F12 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? F32 എന്ന് പറയുന്നത് ഇതിപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തില്ലല്ലേ, ഇങ്ങോട്ട് ഇതിങ്ങോട്ട്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന പോലെ ആയില്ലേ. ഇതിപ്പോൾ ഇങ്ങോട്ടായതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങുന്ന പോലെ ഇട്ടു, ഇതിങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ കറങ്ങുന്ന പോലെ ഇട്ടു. അപ്പോൾ നോക്കിയാൽ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ശരി, ഇനിയിപ്പം എന്തോന്നാണ് അപ്പോഴത്തേക്കും ഇത് 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ ഇത് പൊക്കുന്ന പോലെ വരും. അപ്പം ഇതിങ്ങനെ വരും. എന്നിട്ട് ഇതപ്പം ഇതെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇനി കപ്പിളിൻ്റെ ഇത് എഴുതത്തില്ല. കപ്പിൾ ഇസ് ഈക്വൽ ടു എത്രയാണ്? F ഇൻറ്റു H. F എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഏതെടുക്കും? F32 എടുക്കും. F32 ഇൻറ്റു H എടുക്കും. H എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. F32 ഇസ് ഈക്വൽ ടു F34. ഓക്കെ, F32 ഇസ് ഈക്വൽ ടു F34 എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം 5100 ഇൻറ്റു H എന്ന് പറയുന്നത് 0.02. അപ്പോൾ എത്ര വരും? 5100 ഇൻറ്റു 0.02 എത്ര വരും? 102 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്, ടോർക്ക് T1 എന്ന് പറയുന്നത് എത്ര വരും? 102 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പം നമ്മൾ സപ്രോബ്ലം മറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വേറെ രീതിയിൽ ചെയ്യാൻ. ശരി, വേറെ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പം അടുത്തത് ഞാൻ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അടുത്തത് ഞാനിങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതും: സബ് പ്രോബ്ലം 2 എന്തോന്നാണ്? കൺസിഡർ ഫോഴ്സ് P. ഇതിനെ മാത്രം കൺസിഡർ ചെയ്യും. ആൻഡ് നെഗ്ലക്റ്റിംഗ് എന്തോന്നാണ്? ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യും, Fനെ നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എഴുതി കണ്ടീഷൻ. ഇനിയിപ്പോൾ അടുത്ത ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം അതിന് ഞാനിപ്പം ഏതെടുക്കും? ഇതായിരിക്കും ഇത്. അപ്പോഴത്തേക്ക് ഇത് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ പെർപെൻഡിക്കുലറാണ് ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ എന്നാന്ന് വെച്ചാൽ റെഫറൻസ് എടുത്ത് ഇതിനെ വേണ്ടി ഇങ്ങനെ വരും. മിനിമം കൺസെപ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള അതിനടുത്ത് വരച്ചു. എന്നിട്ട് ഇതിനെന്തോന്ന് കൊടുത്തു? ഒബിന്ന് പേര് കൊടുത്തു. ഇതിന് F34 എന്ന് കൊടുത്തു. ഇതിന് F14 എന്ന് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് ഉള്ളവരേക്ക് പോകാം. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം 750 മീറ്റർ. അപ്പം 7.5 എടുത്ത് കറക്റ്റ് പാരൽ വരയ്ക്കുക. 1 2 3 4 5 6 7 7 എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് 2.5 ഇല്ലേ? 2.5 വെച്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇതാണ് ആ മാർക്കിംഗ്. ഇവിടെയാണ് എന്തോന്ന് വരയ്ക്കേണ്ടത്? ഇതിനെ കയറ്റി വരയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ റിഫറൻസ് വന്നിരിക്കുന്നതിനടുത്ത് വരയ്ക്കണം. ഇതിപ്പം ഇങ്ങനെ ലൈൻ ഇങ്ങനെ പോകും.
അറ്റം കൊണ്ടുവന്ന് വെച്ചു. F34 F34 എന്ന് പറയുമ്പോൾ ഈ സൈഡ് ഇങ്ങോട്ട് പോകും. 43ക്ക് ഇപ്പുറമായിട്ടുള്ളതിന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഈ പോയിന്റ് കിട്ടി, അത് വെച്ച് കിട്ടും, ഈ പോയിന്റ് കിട്ടി, സംഭവം കിട്ടി. അപ്പോൾ ഇത് പി കിട്ടി 1000 ന്യൂട്ടൺ. ഇതെന്തോന്നെന്ന് പറഞ്ഞ് കിട്ടി F23 കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് ഈ കിട്ടിയത് F43, ശരിയല്ലേ? പി എവിടെ ഇരിക്കുന്നു? പിയുടെ തൊട്ടിപ്പുറം ഇരിക്കുന്നത് 23, എടുത്ത് ഇവിടെ എഴുതി. ഇപ്പുറം ഇരിക്കുന്നത് 43, അതെടുത്ത് ഇപ്പുറം എടുത്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഈ ലൈനകത്ത് അത് ഓക്കെ. ഇനിയിപ്പോൾ എന്തോന്നുണ്ട്? ഫോഴ്സ് ഉണ്ട്. എന്തോന്ന് വരയ്ക്കണം? ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാം. വെക്റ്റർ ഡയഗ്രാം 1 സെൻറ്റിമീറ്റർ സ്കെയിൽ ചെയ്ത് എത്ര 1000 ന്യൂട്ടൺ. ഞാൻ തന്നെ ഒരു 1 സെൻറ്റിമീറ്റർ ഇക്വൽ ടു 500 ന്യൂട്ടൺ ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ 250 ആയിട്ട് എടുക്കാം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വരും. ഞാനിപ്പോൾ 500 ന്യൂട്ടൺ ആയിട്ട് എടുത്തു. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വരും. 1000 എടുത്ത് 500, 2 സെൻറ്റിമീറ്റർ വരും. എന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്യുന്നു? ഇതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് 2 സെൻറ്റിമീറ്റർ വരച്ചു. സെൻറ്റിമീറ്റർ വരച്ചു. ഇതാണ് എന്താന്ന് പി 1000 ന്യൂട്ടൺ എന്ന് പറഞ്ഞെടുത്ത്. വേണമെങ്കിൽ 250 എടുക്കാം കേട്ടോ. വേണമെങ്കിൽ 250 എടുക്കാം അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് ഇപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സംഭവമൊക്കെ കിട്ടും. കുറച്ചും കൂടെ വലുതായിട്ടെണ്ണം ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും കിട്ടിയെന്ന് ഇരിക്കട്ടെ. 250 പറയുമ്പോൾ 4 ആയിട്ട് വരുമല്ലോ. ഇനിയിപ്പം ഇതിനെ ഞാൻ റോൾ ചെയ്യാം. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് ഇത് ഇപ്പോൾ മെഷർ ചെയ്തൂടെ എത്ര വരും? 3.1 ഇൻറ്റു 250. 3.1 ഇൻറ്റു സ്കെയില് 3.1 ഇൻറ്റു സ്കെയില് എത്ര കിട്ടി? 775. അപ്പോൾ ഇതെത്ര ന്യൂട്ടൺ? 775 ന്യൂട്ടൺ. ഇതെത്ര? ഇനി ഇതെത്ര? 1.2. അപ്പം 1.2 ഇൻറ്റു 250, അതായത് 1.2 ഇൻറ്റു സ്കെയില്. അപ്പോൾ എത്ര വരും? 300. അപ്പോൾ ഇതെത്ര കിട്ടി? 300 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാം? ടോർക്കിൻ്റെ ലിങ്ക് ഇല്ലേ, അതെടുക്കുക. ടോർക്കിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും? ഇതാണ് ടോർക്കിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇതിനെടുത്ത് ഇവിടെ വരയ്ക്കണം. ഇതിനിങ്ങനെ എടുത്തു. ഇത്രയായിരുന്നു 250. ഒരു സൈഡ് ഇറങ്ങിപ്പോയി, നിങ്ങൾ നോക്കി വരച്ചോ. 250 mm എടുത്തു. ടോർക്കിൻ്റെ ലിങ്ക് എടുത്തു. എന്നിട്ട് ഇതായിരുന്നു റെഫറൻസ് വേണം എടുക്കാൻ. മിനിമം കൺസൈൻഡ് ആയിട്ടുള്ള റെഫറൻസിന് എടുത്ത് അതൊന്ന് വരച്ചു. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി. ഇതാണ് വെച്ച് എത്ര കിട്ടും? 1.8 സെൻറ്റിമീറ്ററാണ്. 1.018 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് കൊടുക്കണ്ടേ? ഇതിൻ്റെ പേരെന്താണ്? ഇത് A, ഇത് O. ഇതിനെ വിളിക്കുന്നത് ഇത് F32,
F32, ഇത് F12. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഏത് ഫോഴ്സ് എടുക്കും? ഇതിപ്പോൾ എല്ലാം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ F23 എടുക്കും. അപ്പം F23 = എന്തോന്ന് എഴുതുക? F23 = F32 എന്ന് എഴുതുക. അപ്പം കപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കപ്പിൾ F × H ആണ്. F എന്ന് പറയുന്നത് F32 × H. 32 എന്ന് പറഞ്ഞാൽ 23 തുല്യമാണ്. 32 നമ്മൾ കണ്ടുപിടിച്ചു 775. 775 × 0.018 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 775 × 0.018 ചെയ്യുമ്പോൾ 13.95 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതിനിപ്പോൾ അത് ഏത് ഡയറക്ഷനാണെന്ന് കൂടെ നോക്കണം. ഡയറക്ഷൻ നമ്മൾ ഇട്ടില്ല, നമ്മൾ എപ്പോഴും ഇതിടുമ്പോൾ കിട്ടും. തെറ്റില്ല. ശരി, ഇതിങ്ങനെ ഇട്ടു, ഇതിങ്ങനെ ഇട്ടു. ഓക്കെ, ഇപ്പോൾ F23 എന്ന് പറയുന്നത് ഇപ്പറേ. F23 എന്ന് പറയുമ്പോൾ ഇപ്പറേ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ F32 ഡയറക്ഷൻ ഇങ്ങോട്ട്, F12 ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇപ്പോൾ കപ്പിൾ കിട്ടി, കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇതിനകത്ത് ടോർക്ക് എന്ന് പറയുമ്പോൾ 13.95 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ഇത് T2 ആണ്. T2 ടോർക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞ് എഴുതണ്ടേ? ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? T1 + T2. T1 എത്ര കിട്ടി? 102 ന്യൂട്ടൺ മീറ്റർ പ്ലസ് 13.95. രണ്ടും ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് എടുക്കാത്തത്. ശരി, പ്ലസ് എന്ന് പറഞ്ഞപ്പോൾ ക്ലോക്ക് വൈസിനെയും മൈനസ് എന്ന് പറഞ്ഞ് കൗണ്ടർ ക്ലോക്ക് വൈസിനെയും ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ 102 + 13.95 ഇപ്പോൾ എത്ര വരും? അപ്പോൾ 115.95 എന്ന് പറഞ്ഞു വരും. എന്തോന്ന്? ന്യൂട്ടൺ മീറ്റർ ആണ് യൂണിറ്റ് ടോർക്കിൻ്റെ. ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. 4th മൊഡ്യൂൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ 4th മൊഡ്യൂൾ. മെയിനായിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഓക്കെ, മെയിനായിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യമേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ മാക്സിമം അങ്ങനെ പഠിക്കുക. ഷുവറായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അതിനങ്ങനെ പഠിച്ചു വച്ചിരിക്കുക. ചെയ്യാനില്ലെങ്കിൽ, ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും അങ്ങനെ വെച്ചുകൊണ്ട് പോയി അങ്ങനെ പോയി എഴുതുക. അപ്പം അതിന് മാർക്ക് കിട്ടും. സ്റ്റെപ്പിനാണെങ്കിലും മാർക്ക് കിട്ടും. പിന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്സായിട്ട് നമ്മൾ മൈൻഡിൽ വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, മിക്കപ്പോഴും എനിക്ക് പറ്റാതിരുന്നത് സമയം തികയാതെയാണ് ഇരുന്നത്. സമയം തികയത്തില്ല, ചിലപ്പോൾ ക്യാമും വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തവണ എന്നാ പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായിടത്തും വർക്കൗട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സാമിന് മുന്നേ തന്നെ, അതായത് തലേ ദിവസം രാത്രിയൊക്കെ ഇരുന്നൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഫുൾ കണക്ക് വരുന്ന ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ ഒന്നൊരു വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഒന്നുമില്ല, നമ്മൾ പഠിച്ചത് എന്താണോ അതിനെ നമ്മൾ സ്പീഡിൽ ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ, മൊത്തം 3 മണിക്കൂറാണ് ഉള്ളത്. മൊത്തം 3 ഹവേഴ്സാണ് ഉള്ളത്. ഈ 3 ഹവേഴ്സിൽ പാർട്ട് ബി എന്ന് പറയുന്നതിന് ഒരു മോഡ്യൂൾ ഹാഫ് ആൻ അവർ കൊണ്ട് എടുക്കുവാണെങ്കിൽ 5 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂറായി. അതുകൊണ്ട് പാർട്ട് ബി തീർക്കുക. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഉള്ള അരമണിക്കൂറിനെ പാർട്ട് എക്ക് വേണ്ടിയിട്ട് വല്ലതും യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്കീമിൽ തന്നെ പോവുക. ഒരു സ്റ്റോപ്പ് വാച്ചോ എല്ലാം കരുതിയിട്ടോ വല്ലതും കറക്റ്റായിട്ട് അത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എന്താണെന്ന് പറയുന്നത് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. മോമോ വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. വളരെ സിമ്പിളാണ്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയാൽ തന്നെ മതി. എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയാൽ ഷുവറായിട്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ഒക്കെ കാണും. സെറ്റാണ്. അത്രേ ഉള്ളൂ. ഈ പറയുന്ന കണക്കുകൾ, പിന്നെ ഈ പറയുന്ന തിയറീസ്, പറയാൻ പോകുന്ന തിയറീസ്, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തത്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ടോ എങ്ങനെയാണേലും ഒന്ന് കണ്ട് ഓരോരോ ടേണിംഗ് പോയിന്റ്, ഓരോരോ ചോദ്യത്തിൽ ഓരോരോ ടേണിംഗ് പോയിന്റ് ഇല്ലേ, ആ ടേണിംഗ് പോയിന്റ് നിങ്ങളൊന്ന് തലയ്ക്കകത്തൊന്ന് വെക്കുക. ഇന്ന കണക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്, ഇത് ഇന്നത് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ സൈക്ലോയിഡൽ, മറ്റേ ആ ക്യാമിൻ്റെ വരയ്ക്കാൻ നേരത്ത് സൈക്ലോയിഡൽ വരയ്ക്കത്തില്ലേ, അപ്പം ഇവിടെ നമ്മൾ സർക്കിൾ വരയ്ക്കും, മണ്ടയ്ക്ക് സർക്കിൾ വരയ്ക്കും. അപ്പോൾ 1 2 3 എടുക്കുന്ന എവിടെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ മറ്റേ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഉടനെ കത്തും.
അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ടേണിംഗ് പോയിന്റ് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കുക. അതായത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ വലിയ സാറൊന്നുമല്ല, ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്താണ് ഞാൻ മോപ്പ് പഠിച്ചപ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണെന്ന് തോന്നി. അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കോടെ പാസ്സാകാമെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആ ഒരു മോട്ടീവ് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ ചെയ്തത്. അപ്പം എനിക്ക് എല്ലാം അറിയാം അങ്ങനെയൊന്നുമില്ല. എനിക്കിതിനകത്ത് ഈ ഡയറക്ഷൻ എടുക്കുന്ന ഒരു കാര്യം ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്, എനിക്കത് വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ നോർമലി എങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ, അതായത് ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ട് ഇത് ടുവേഴ്സ് ദ പോയിൻ്റാണ്, ഇത് ടുവേഴ്സ് ദ പോയിൻ്റാണ്. അപ്പോൾ എനിക്ക് കപ്പിൾ എന്തോന്നു പറഞ്ഞ് കിട്ടി, ഈ കണക്കിന് കപ്പിള് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കിട്ടി, ടോർക്ക് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ അതുപോലെ തന്നെ ടുവേഴ്സ് ദ പോയിൻ്റാണ്. അപ്പോൾ എനിക്ക് എന്തോന്ന് കിട്ടി, കപ്പിള് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് കിട്ടി, ടോർക്ക് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇവിടെ കണ്ടോ, ഇത് ടുവേഴ്സ് ദ പോയിന്റ് അല്ല. സപ്പോസ് ഈ ലൈനെ മണ്ടക്കോട്ട് നീട്ടി വരച്ച് നോക്കി, ഇത് ഔട്ട്വേഴ്സ് ദ പോയിന്റാണ്. പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങനെ, ഇതിനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുവാണെങ്കിൽ ഇത് പുറത്തേക്ക് പോകുന്ന പോലെയല്ലേ ഡയറക്ഷൻ. അപ്പം എന്തോന്നാണ്, അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ മൈൻഡിൽ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യം എനിക്കറിയാം, പക്ഷേ അപ്പം ഞാൻ അങ്ങനെ എടുത്തു. അപ്പം ഇത് ഔട്ട്വേർഡ്സ് ആയതുകൊണ്ട് എനിക്ക് കപ്പിൾ എന്തോന്ന് കിട്ടി, ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ലോക്ക് വൈസ് ഒന്ന് കിട്ടി. അപ്പം എനിക്ക് ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ് കിട്ടിയത്. ഇതിൻ്റെ അതുപോലെ തന്നെ ഇത് ഔട്ട്വേർഡ്സ് അല്ലേ, എനിക്കപ്പം കപ്പിൾ കിട്ടിയത് ക്ലോക്ക് വൈസ് എന്നായിരുന്നു, ടോർക്ക് കിട്ടിയപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞായി. ഇത് പിന്നെ ഈ സൈഡ് എന്നാ പറയുന്നത്, നമ്മൾ മറ്റേ രീതിയിലല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് കൊടുത്താൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് ടോർക്ക് ഇതിപ്പോൾ കപ്പിൾ കൗണ്ടർ ക്ലോക്ക് വൈസായി, ടോർക്ക് എനിക്ക് ക്ലോക്ക് വൈസും തന്നെ വന്നു. ഇതും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എടുത്തത്. എനിക്കത് അറിയില്ല, എനിക്കത് ഡൗട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ആ ഒരു ഇതുവരെ ഉള്ളത് വിട്ടിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഷുവറാണ് എന്ന് പറയുന്നു. അപ്പം ആ ഒരു സംഭവം പഠിച്ചിട്ട് പോയാൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ പുറത്ത് മുഴുവൻ ഈ ഒരു ചോദ്യമാണ് മിക്കപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് സെറ്റാണ്. ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഡൗട്ടായിട്ടുള്ളത് ഈ ഡയറക്ഷൻ എടുക്കുന്ന ഒരു കാര്യം ഡൗട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ ആ ഒരു കാര്യം, ആ ഒരു ഡൗട്ട് പിക്കപ്പ് ചെയ്ത് എടുത്തോളുക. അങ്ങനെ അത്രേ ഉള്ളൂ.